ഇസ്രായേലിൻ രാജാവേ, എൻ ദൈവമാമേ യഹോവേ, ഞാനങ്ങേ വാഴ്ത്തിയിടുന്നു, നന്മകൾ ഓർത്തിയിടുന്നു. ഇസ്രായേലിൻ രാജാവേ, ദൈവമാമേ യഹോവേ, ഞാനങ്ങേ വാഴ്ത്തിയിടുന്നു, നന്മകൾ ഓർത്തിയിടുന്നു. തിരുക്കരം എന്നെ താങ്ങി പ്രതികൂലങ്ങളിൽ മുമ്പോട്ടു യാത്ര ചെയ്യാൻ ബലമെന്നും നൽകിയതാ. തിരുക്കരം എന്നെ താങ്ങി പ്രതികൂലങ്ങളിൽ മുമ്പോട്ടു യാത്ര ചെയ്യുവാൻ ബലമെന്നും നൽകിയതാ. പകയ്ക്കുന്നവർ മുൻപിലും തള്ളിയവർ മധ്യേയും മേശയൊരുക്കി എന്നെ പാലിച്ച സ്നേഹമേ. പകയ്ക്കുന്നവർ മധ്യേയും നിന്ദിച്ചവർ മുൻപിലും മേശയൊരുക്കി എന്നെ
അളവില്ല സ്നേഹത്തിനായി നന്ദി നന്ദി നാഥാ. അളവില്ല സ്നേഹത്തിനായി നന്ദി നന്ദി നാഥാ. അളവില്ല സ്നേഹത്തിനായി. ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ അപ്പന് വേണ്ടി നിന്നാൽ, എൻ്റെ അപ്പൻ്റെ വചനത്തിൽ നിന്നാൽ, എങ്ങനെ അപ്പന് വേണ്ടി നിന്നാൽ, അപ്പൻ്റെ പ്രമാണത്തിൽ നിന്നാൽ, അപ്പൻ്റെ വചനത്തിൽ നിന്നാൽ, അപ്പനോടുള്ള സ്നേഹം കൊണ്ട് കൽപ്പനകൾ കാത്താൽ, അപ്പനോടുള്ള ഇഷ്ടം കൊണ്ട് സകലതും ചെയ്താൽ എൻ്റെ അപ്പനൊരിക്കലും നമ്മളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ആരൊക്കെ നമ്മളെ മാറ്റി നിർത്തിയാലും, ആരൊക്കെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ ഉപേക്ഷിച്ചാലും, ആരൊക്കെ വേർതിരിച്ച് വിട്ടാലും ശരി, എന്നെ നിങ്ങളെ തള്ളിക്കളയാത്തൊരു ദൈവമാണ്. മാറാത്ത ദൈവം, മറക്കാത്ത ദൈവം, ഉറങ്ങാത്ത ദൈവം, ഉണർന്നിരിക്കുന്ന ദൈവം, കരുതുന്ന ദൈവം, ചേർത്ത് പിടിക്കുന്ന ദൈവം, ഉള്ളമറിയുന്ന ദൈവം, ഉള്ളിൽ വരുന്ന ദൈവം, ഉള്ളിലുള്ളത് ചൊല്ലുന്ന ദൈവം, ഉള്ളത്തിലുള്ളത് അറിയുന്ന ദൈവം, ഉള്ളം കണ്ട് മനസ്സലിയുന്ന ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആ കർത്താവ് നമ്മുടെ തൊട്ടടുത്ത സ്നേഹിതനായിട്ട് ആശ്വാസവും ധൈര്യവും പ്രത്യാശയും വിടുതലും തരാൻ ആ യേശു വന്നിട്ടുണ്ട്. പ്രതികൂലങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ, തീച്ചൂളയിലൂടെ പോകുമ്പോൾ, ചിലപ്പോൾ നമ്മളിങ്ങനെ കൈക്ക് പിടിച്ച് പുറത്ത് ചിലപ്പോൾ വലിച്ചെറിഞ്ഞെന്ന് വരും. പക്ഷെ പേടിക്കല്ലേ, അവിടെയും 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 പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നവനെ, ആർക്ക് വേണ്ടി? പ്രമാണത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി, വചനത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി ആത്മാവിൽ നിറഞ്ഞ് നിൽക്കുന്നവനെ കരുതുന്ന, കാണുന്ന ഒരു ദൈവമുണ്ട്. അപ്പച്ച ഒരിക്കൽ റോമർക്കെഴുതി ലേഖനത്തിനകത്ത് ഇപ്രകാരം എഴുതി വെച്ചു. സ്തോത്രം. ഒരിക്കലും ദൈവത്തിന് സ്തോത്രം, ഈ പ്രവാചകനാകുന്ന ഏലിയാവിനെ അറിയത്തില്ലായിരുന്നു. ഏലിയാവ് വിചാരിച്ചു ആഹാവിൻ്റെ ദേശത്ത് സ്തോത്രം, ആ കൊട്ടാരവുമായി ബന്ധപ്പെട്ട ആ ദേശം മൊത്തം നോക്കുമ്പോൾ ഏലിയാവിനെ പോലെ ശുഷ്കാന്തിയുള്ള, ഏലിയാവിനെ പോലെ വേർതിരിക്കപ്പെട്ട ആരുമില്ല എന്ന് ഉള്ള ഒരു ചിന്ത ഏലിയാവിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കർത്താവ് ഏലിയാവിനോട് പറഞ്ഞേടാ, സ്തോത്രം, 7000 പേരെ, ബാലിന് മുട്ടുമടക്കാത്ത 7000 പേർ ഒളിച്ചിരിപ്പുണ്ട്. അവരെ ഞാൻ ശേഷിപ്പിച്ചിട്ടുണ്ട്. അവർ മറഞ്ഞിരിക്കുകയാണ്, നിനക്കറിയത്തില്ല. പക്ഷെ പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന നിന്നെപ്പോലെ വേറൊരു 7000 ആ വാക്യം കണ്ടോ? റോമർക്കെഴുതിയ ലേഖനം 11 വായിച്ച് എത്ര വാക്യം? റോമർക്കെഴുതിയ ലേഖനം 11 എത്ര വാക്യം? റോമർ 11:4 വായിച്ച്. എന്ന് ദൈവത്തോട് വാദിക്കുമ്പോൾ അവൻ അരുളപ്പാട് ഉണ്ടായതെന്ത്? ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ. ബാലിനെ മുട്ടുകുത്താത്ത, എന്തിനു മുട്ടുകുത്താത്ത? ബാലിനെ മുട്ടുമുടക്കാത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിച്ചിരിക്കുന്നു. കർത്താവിനായി ശേഷിപ്പിച്ച ജനം അവർ പ്രമാണത്തിൽ നിൽക്കും. ചിലപ്പോൾ തീച്ചുള്ള വരും, ചിലപ്പോൾ പ്രശ്നം വരും, ചിലപ്പോൾ പ്രതിസന്ധി വരും, ചിലപ്പോൾ ആൾക്കാർ ഒറ്റപ്പെടുത്തിയെന്ന് വരും, ചിലപ്പോൾ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ നിന്ദകൾ നിറയെ വന്നെന്ന് വരും. നമ്മളെ സ്നേഹിച്ച ഒരുപാട് പേർ, നമ്മൾ കൂടെ നിന്ന ഒരുപാട് പേർ ഇലയിട്ടിട്ട് വിളമ്പാതെ ഇല മടക്കിയെന്ന് വരും. ഒക്കെ മനസ്സിലായോ? ഒരുമിച്ച് നിന്ന, ഒരുമിച്ച് ഭക്ഷിച്ച, ഒരുമിച്ച് പാനം ചെയ്ത അനേകർ വിളിച്ചിരുത്തി ഇലയിട്ടിട്ട് ചിലപ്പോൾ മടക്കിയെന്ന് വരും. പക്ഷെ അവിടെയും പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നവരെ ദൈവം തള്ളത്തില്ല. ആമേൻ. നിങ്ങൾക്ക് മനസ്സിലായി? പ്രമാണത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് ഭാരങ്ങളും അന്നുമുണ്ട് ഇന്നുമുണ്ട്. പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നവർക്കേ ഉള്ളൂ, അല്ലാത്തവർക്കില്ല. മനുഷ്യൻ്റെ ഹിതങ്ങൾക്കും മനുഷ്യൻ്റെ ഇഷ്ടങ്ങൾക്കും മനുഷ്യൻ്റെ പദ്ധതികൾക്കും സ്വത്രം കൂടെ നിൽക്കുന്ന ആർക്കും സ്വത്രം ഒരു പ്രശ്നവുമില്ല. ഒരു മനുഷ്യൻ ഇങ്ങനെ പറയും, ഓ കുഴപ്പമില്ല. ഒരു മനുഷ്യൻ ഇങ്ങനെ പറയും, ആ കുഴപ്പമില്ല. ഒരു മനുഷ്യൻ ഇങ്ങനെ പറയും, ഇല്ല കുഴപ്പമില്ല, എനിക്ക് വേറൊരു വെളിപ്പാട് കിട്ടിയിരിക്കുന്നെന്ന് പറയും. അങ്ങനെയൊക്കെ കൂടെ നിൽക്കുന്നവർക്ക് വേറെ വിഷയമില്ല. പക്ഷെ പ്രമാണത്തിനകത്ത് നിൽക്കുന്നവനെയാണ് ശത്രുവിൻ്റെ നോട്ടമുണ്ട്, ഒപ്പം ദൈവത്തിൻ്റെ കണ്ണുണ്ട്. ആർക്ക് വേണ്ടി നിൽക്കുന്നവരെ? പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നവരെ.
അപ്പോൾ ഉത്തമഗീതത്തിനകത്ത് ഒരു മണവാട്ടിയെ കുറിച്ച് പറയുകയാണ്. എൻ്റെ സഹോദരി, 4-12 വാക്യം, എൻ്റെ സഹോദരി, എൻ്റെ കാന്ത, എൻ്റെ സഹോദരി, എൻ്റെ കാന്ത കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം. ആമേൻ, സ്വന്തം സഭയെ ദൈവം പറഞ്ഞിരിക്കുന്നു കെട്ടി അടച്ച ഒരു തോട്ടമാണ്. എന്തോന്ന്? സഭ. സഭ എന്തോന്നാണ്? കെട്ടി അടച്ച ഒരു തോട്ടമാണ്. എന്ത് കെട്ടപ്പെട്ട? ക്രിസ്തുവിനാൽ കെട്ടപ്പെട്ട. എന്തിനാൽ കെട്ടപ്പെട്ട? വചനത്തിൻ്റെ പ്രമാണത്താൽ കെട്ടപ്പെട്ട. എന്തിനാൽ കെട്ടപ്പെട്ട? ആത്മാവിനാൽ കെട്ടപ്പെട്ട. എന്തിനാൽ കെട്ടപ്പെട്ട? ഉപദേശത്താൽ കെട്ടപ്പെട്ട. എന്തിനാൽ കെട്ടപ്പെട്ട? വേർപാടിനാൽ കെട്ടപ്പെട്ട. എന്തിനാൽ കെട്ടപ്പെട്ട? സത്യ ഉപദേശത്താൽ കെട്ടപ്പെട്ട. എന്തിനാൽ കെട്ടപ്പെട്ട? വിശുദ്ധിയാൽ കെട്ടപ്പെട്ട. എന്തിനാൽ കെട്ടപ്പെട്ട? ഓ സ്തോത്ര, ദൈവ വചനത്താൽ കെട്ടപ്പെട്ട. എന്തിനാൽ കെട്ടപ്പെട്ട? ശാസ്ത്രത്തിൽ കെട്ടപ്പെട്ട. എന്തിനാൽ കെട്ടപ്പെട്ട? ആത്മാവിനാൽ കെട്ടപ്പെട്ട. എന്തിനാൽ കെട്ടപ്പെട്ട? ഉപദേശത്താൽ കെട്ടപ്പെട്ട. എന്തിനാൽ കെട്ടപ്പെട്ട? ഗുണീകരണത്താൽ കെട്ടപ്പെട്ട. എന്തിനാൽ കെട്ടപ്പെട്ട? പ്രബോധനത്താൽ കെട്ടപ്പെട്ട. എന്തിനാൽ കെട്ടപ്പെട്ട? അനുഗ്രഹങ്ങളാൽ കെട്ടപ്പെട്ട ഒരു സഭയാണ്. കെട്ടിയടച്ച തോട്ടമാണ് ദൈവജനത്തിൻ്റെ സഭ. ഹല്ലേലൂയ. ഇത് അഴിയാൻ പാടില്ല. സഭ അഴിയാൻ പാടില്ല. സഭ കെട്ടിയടച്ച ഒരു തോട്ടം. സഭയ്ക്കകത്ത് എന്തൊക്കെ കാണും? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കാണും. സഭയ്ക്കകത്ത് ഉപദേശം കാണും. സഭയ്ക്കകത്ത് ശാസനം കാണും. സഭയ്ക്കകത്ത് ഗുണീകരണം കാണും. സഭയ്ക്കകത്ത് പ്രബോധനം കാണും. സഭയ്ക്കകത്ത് സത്യവചനത്തിൻ്റെ ശക്തി കാണും. സഭയ്ക്കകത്ത് കെട്ടഴിഞ്ഞ് നടക്കുന്നവരെ സഭ പുറത്താക്കും. സഭയ്ക്കകത്ത് അടിച്ച് ശുദ്ധീകരണമുണ്ട്. സഭയ്ക്കകത്ത് ദൈവഹിതമല്ലാതെ പ്രവർത്തിക്കുന്നവരെ സ്വന്തം വിലക്ക് കൽപ്പിച്ച് പുറത്താക്കും. ഇതാണ് കെട്ടി അടയ്ക്കപ്പെട്ട തോട്ടം. അങ്ങനെ ഒരു സഭ, അങ്ങനെ ഒരു കെട്ടിയടക്കപ്പെട്ട സഭയായി ആലയത്തിനകത്ത് അപ്രകാരം ഒരു ശുശ്രൂഷ നടത്തിയില്ലെങ്കിൽ എൻ്റെ ദൈവം ആ ആലയത്തെയും ആ ശുശ്രൂഷയും അംഗീകരിക്കത്തില്ല. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ആ ആരാധനയും ആ ശുശ്രൂഷയും ദൈവം അംഗീകരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ബൈബിളിലെ വ്യവസ്ഥ പ്രകാരം പോകുന്ന സഭകൾ മാത്രമേ, അത് മാത്രമേ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല. പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത സഭ ക്രിസ്തുവിനാൽ പണിയപ്പെടുന്ന സഭ. അത് പാതാള ഗോപുരം അവിടെ ജയിക്കത്തില്ല. പിന്നെ അടിച്ചു പണി നടക്കും, ശുദ്ധീകരണം നടക്കും, അടിച്ചു മാറൽ നടക്കും. സ്വോത്രം, ഹല്ലേലൂയ. ചിലതിനെല്ലാം വെട്ടി അങ്ങ് എറിയും. ചിലതിനെല്ലാം വചനം ഇറങ്ങിച്ചെന്ന് വെട്ടി എറിയും. വെട്ടേണ്ടത് വെട്ടും, കട്ട് ചെയ്യേണ്ടതിനെ കട്ടും, കട്ട് ചെയ്യും, മാറ്റേണ്ടതിനെ മാറ്റും, പിന്നെ ഇരുത്തേണ്ടതിനെ ഇരുത്തും, തിരഞ്ഞെടുക്കേണ്ടതിന് തിരഞ്ഞെടുക്കും, അഭിഷേകം കൊടുക്കേണ്ടതിന് അഭിഷേകം കൊടുക്കും, എഴുന്നേൽപ്പിക്കേണ്ട എഴുന്നേൽപ്പിക്കും, ഒരുക്കേണ്ടതിനെ ഒരുക്കും, വേർപാടിലേക്ക് വിടേണ്ടതിനെ വേർപാടിലേക്ക് വിടും. എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം വെട്ടി തിരുത്തുന്നതാണ് സഭയിലെ വചനവും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ, കെട്ടടിഞ്ഞ് നടക്കുന്ന സ്തോത്രം ഒന്നല്ല സഭ. വെളിപ്പാടില്ലാത്തതല്ല സഭ, വേർപാടില്ലാത്തതല്ല സഭ. എപ്പോഴും സഭ ഓർത്തോളം കെട്ടി അടച്ച ഒരു തോട്ടമാണ് സഭ. ആ സഭയ്ക്കകത്ത് ഒരു ആരാധനയുണ്ട്, ഒരു വിശുദ്ധ ജീവിതമുണ്ട്, ഒരു വേർപാടുണ്ട്. സ്വന്തം ആ സഭ എങ്ങനെ ആയിരിക്കണമെന്ന് ഉപദേശ സത്യമുണ്ട്. അതിനകത്തുനിന്ന് പുറത്തുള്ളവനെ കർത്താവ് അംഗീകരിക്കില്ല. ആ സഭയെ അംഗീകരിക്കില്ല. ആ സഭയിലെ ശുശ്രൂഷകരെയും അംഗീകരിക്കത്തില്ല. ആ സഭയിലെ ആരാധനകളെ ദൈവം അംഗീകരിക്കത്തില്ല. ദൈവം അവർക്ക് മുമ്പേ സ്വർഗം അടയ്ക്കും, ദൈവത്തിൻ്റെ കണ്ണും അടയ്ക്കും. എന്നാൽ ദൈവത്തിന് വേണ്ടി, പ്രമാണത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി നിൽക്കുന്നവരെ കല്ലെറിഞ്ഞാലും ആരും തുറന്നില്ലെങ്കിലും സ്വർഗം തുറന്ന് എൻ്റെ അപ്പൻ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? എത്രയൊക്കെ മനസ്സിലായി? യേശു ഹല്ലേലൂയ അനുഗ്രഹം കിട്ടുമ്പോഴല്ല എഴുന്നേൽക്കുന്നത്. എനിക്കൊരു വിടുതൽ നടന്നെന്ന് യേശു എഴുന്നേൽക്കത്തില്ല. ആമേ, ദൈവത്തിന് സ്തോത്രം. ആമേ, ദൈവത്തിന് മഹത്വം. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി അറിഞ്ഞുകൂടാ? ദൈവത്തിന് സ്തോത്രം. ഒരു പാവി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗ്ഗം സന്തോഷിക്കും, പക്ഷേ സ്വർഗ്ഗം എഴുന്നേൽക്കുന്നില്ല. ഒരു പാവി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗ്ഗം സന്തോഷിക്കും, അവിടെ ആനന്ദമുണ്ടാകും, അവിടെ മാറ്റമുണ്ടാകും. പക്ഷെ സ്വർഗ്ഗം എഴുന്നേൽക്കുന്നത് എവിടെ നിന്നറിയാമോ? സ്വർഗ്ഗം എവിടെ എഴുന്നേൽക്കുന്നത്? ആമേ, സ്വർഗ്ഗം എഴുന്നേൽക്കുന്നത് കർത്താവിൻ്റെ പ്രമാണത്തിന് വേണ്ടി, കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി, കർത്താവിൻ്റെ സത്യത്തിന് വേണ്ടി ആത്മാവിൽ നിന്നുകൊണ്ട് ആത്മാവിൻ്റെ നിറവിന് വേണ്ടി നിൽക്കുമ്പോൾ എതിർപ്പുകളും പരാതികളും പരാധീനതകളും എറികളും കല്ലേറുകളും ഒറ്റപ്പെടലും വരുമ്പോൾ സ്വർഗം ഉണരും, ഡോറ് തുറക്കും, യേശു എഴുന്നേറ്റ് നിൽക്കും. പ്രമാണത്തിന്
വേണ്ടി നിൽക്കുന്ന മകളെ, പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന മകനെ, ഓ നീ എന്തെല്ലാം നിന്ന് അനുഭവിക്കുമ്പോൾ, പ്രതികൂലങ്ങളിലൂടെ പോകുമ്പോൾ സ്വർഗം എഴുന്നേൽക്കുന്നു എങ്കിൽ ഈ കർത്താവിന്റെ പ്രമാണത്തിൽ നിൽക്കുന്ന മക്കളുടെ മുമ്പിൽ ദൈവത്തിന് സ്വാതന്ത്ര്യം. നിങ്ങൾക്ക് തെളിവ് വേണോ? തെളിവ് ഞാൻ തരാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 55-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. ഓ സ്തോത്രം, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 55-ാം വാക്യം വായിച്ചാട്ടെ. 7-ാം അധ്യായം അതിന്റെ 55-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 7:55 വായിച്ചേ. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി ആരുടെ നേരെ? സ്റ്റെഫാനസിന്റെ നേരെ കോപപരവശരായി. സത്യവചനം പറഞ്ഞപ്പോൾ, സത്യോപദേശം പറഞ്ഞപ്പോൾ ജനം മുഴുവൻ കോപം കൊണ്ട് നിറഞ്ഞു. യഥാർത്ഥ വചനം, യഥാർത്ഥ വേർപാട്, യഥാർത്ഥ വിശുദ്ധി, ഒരു ദൈവ പൈതൽ എങ്ങനെയായിരിക്കണം, ഒരു ദൈവ മകൻ എങ്ങനെയായിരിക്കണം, ഒരു ദൈവ മകൾ എങ്ങനെയായിരിക്കണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കോപം വരും, ചിലപ്പോൾ കോപം വരും. കോപം ഒന്ന് പല്ലിയടിക്കാൻ തുടങ്ങി. പക്ഷെ ദൈവ മനുഷ്യന്റെ മുഖത്ത് കോപം തോന്നിയില്ല. വായിച്ചേ അടുത്ത വരി. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ. കണ്ടോ, പ്രമാണത്തിൽ നിന്നവൻ തിരിച്ച് കോപിച്ചെന്നല്ല, പിന്നെ ആത്മാവിൽ നിറഞ്ഞവനാ. ഈ അടുത്ത വരി ഉറ്റുനോക്കി, സ്വർഗത്തിലേക്ക് നോക്കി. എന്ത് പറഞ്ഞാ? കാരണം അവൻ പ്രമാണത്തിൽ നിന്നവനാണ്, അവൻ ദൈവവചനത്തിൽ നിന്നവനാണ്, സത്യത്തിന് വേണ്ടി നിന്നവനാണ്. ആ വചനം വിട്ട് വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയാത്തവനാണ്. ദൈവവചനത്തിന്റെ വ്യവസ്ഥയ്ക്ക് അപ്പുറത്ത്. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? അല്ലെങ്കിൽ വ്യവസ്ഥയ്ക്ക് അപ്പുറത്ത് പോകില്ലേ നമ്മൾ? വിട്ടു പോകാത്തവനാണ്. അവൻ്റെ മുഖം എങ്ങനെ ഇരുന്നു? ഒരു തൂതൻ്റെ മുഖം പോലെ തിളങ്ങി. അവൻ എന്നിട്ട് നേരെ എങ്ങോട്ട് നോക്കി? കല്ലറി കൊണ്ടുകൊണ്ട് എങ്ങോട്ട് നോക്കി? പ്രമാണത്തിൽ നിൽക്കുന്നവൻ എപ്പോഴും എറിഞ്ഞവനല്ല നോക്കുന്നത്. പിന്നെ എന്നെ ഇങ്ങനെ എറിഞ്ഞതാര്? എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞതാര്? എന്നെ നിന്ദിച്ചാരെന്നല്ല നോക്കുന്നത്. പിന്നെയോ പ്രമാണത്തിൽ നോക്കുന്ന ആരെയാ? ഈ പ്രമാണത്തിനകത്താക്കിയവനെ, ഈ പ്രമാണത്തിനകത്ത് നിർത്തിയവനെ, വിളിച്ചവനെ നോക്കിയപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നു. ആരുടെ മുമ്പിൽ പറ? രോഗസൗഖ്യം കിട്ടിയുടെ മുമ്പിലല്ല, ലാസറിന്റെ കല്ലറ തന്നപ്പോൾ അവിടെയല്ല, പിന്നെ സ്വത്രം അയനയോ സൗഖ്യം പ്രാപിച്ചപ്പോൾ അവിടെയല്ല, പത്രോസ് വസ്ത്രം ഇട്ടപ്പോൾ നെഴല് തട്ടിയപ്പോൾ അവിടെയല്ല, പൗലോസിന്റെ വസ്ത്രങ്ങൾ കൊണ്ടിട്ടപ്പോൾ സൗഖ്യമായ അവിടെയല്ല സ്വർഗം തുറന്നേ. അവിടെ എവിടെയെങ്കിലും സ്വർഗം തുറന്നുണ്ടോ? ഇല്ല. അവിടെ എവിടെ സ്വർഗം തുറന്നില്ല. സ്വർഗം തുറന്ന പ്രമാണത്തിൻ്റെ മുൻപിൽ നിന്നപ്പോൾ നാട്ടുകാരൻ, ദേശവും സകലരും കല്ലെറിഞ്ഞവൻ്റെ മുമ്പിൽ സ്വർഗം തുറന്നു. ഇനി തുറക്കുക മാത്രമല്ല, എഴുന്നേറ്റു. പിതാവിൻ്റെ വലഭാഗത്ത് യേശു എങ്ങനെ ചെയ്യുന്നു? വായിച്ചെടുത്തവരി ഉണ്ട്. ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. യേശു എന്ത് ചെയ്യുന്നു? ഈ ഭൂമിയിൽ നമ്മളൊരു സ്ഥാപനത്തിൽ പോകുമ്പോൾ നമ്മളെ കണ്ടുണ്ടെങ്കിൽ ഇരിക്കുന്ന ആ ഉദ്യോഗസ്ഥന് എഴുന്നേൽക്കണമെങ്കിൽ വന്നവൻ ആരായിരിക്കണം? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ആരെങ്കിലും എഴുന്നേൽക്കും? അങ്ങനെയുള്ള നിലയുണ്ടെങ്കിലല്ലേ എഴുന്നേൽക്കും. എൻ്റെ അപ്പൻ എങ്ങനെയെങ്കിലും നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന കാര്യമല്ല പറഞ്ഞു വരുന്നത്. അപ്പച്ച എന്ത് ചെയ്യണമെങ്കിലും അപ്പം നോക്കും. പ്രമാണം അങ്ങനെ നോക്കും. സ്റ്റേഫാനസിന്റെ പ്രമാണം നോക്കിയപ്പോൾ അപ്പച്ചൻ ഇരിക്കാൻ പറ്റിയില്ല. കാരണം അപ്പന് വേണ്ടി അവനെ വിട്ടുകൊടുത്തു. ഈ സ്റ്റേഫാനസ് ഇപ്പം നോക്കിയപ്പോൾ അയാളല്ല, മുഖം ദൂതൻ്റെ മുഖം പോലെ. കല്ലേറ് കൊണ്ടപ്പോൾ നോട്ടം സ്വർഗത്തിൽ. അപ്പോൾ സ്വർഗം തുറക്കുക മാത്രമല്ല, യേശു എഴുന്നേറ്റ്. മോനെ, ഞാൻ നിനക്ക് വേണ്ടി ഇരിക്കുകയല്ലടാ, എഴുന്നേറ്റ് നിൽക്കുക. എനിക്ക് എത്രയൊക്കെ മനസ്സിലായി? പ്രമാണത്തിന് വേണ്ടി ഒരു പള്ളിക്കകത്ത് ഒരാളാണ് നിന്നാലും, ബാക്കി ആയിരക്കണക്കിന് പേർ വിരൽ ചൂണ്ടിയാലും വിരൽ ചൂണ്ടാത്തൊരപ്പൻ, ചേർത്ത് നിർത്തുന്നൊരപ്പൻ, വചനത്തിന് നിൽക്കുന്നവർക്ക് വേണ്ടി എറി കൊണ്ടാലും ചവിട്ട് കൊണ്ടാലും എഴുന്നേറ്റ് നിന്ന്, മക്കളെ ഞാൻ നിന്റെ കൂടെ ഉണ്ടടാ എന്ന് നിൽക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. നിങ്ങൾക്ക് ഇത്രയൊക്കെ വചനം വെളിപ്പെട്ട് മനസ്സിലാവുന്നുണ്ടോ? ലോകത്തിൽ പല കാര്യങ്ങൾ നമ്മൾ കേൾക്കും. പക്ഷേ അതിനകത്തു നിന്നാണ് നമ്മളെ അടർത്തി കെട്ടി അടച്ച സഭയാകുന്ന
നമുക്ക് മനസ്സിലായി ആഗ്രഹിക്കുന്നത്. അങ്ങനെ പോയാൽ ഒരിടം എന്ത് ചെയ്യില്ല, ലജ്ജിക്കില്ല, 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 നാം ലജ്ജിച്ചു പോകയില്ല. തോൽവിയില്ല, 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 നാം തോറ്റു പോകയില്ല. ലജ്ജിക്കില്ല, 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 നാം ലജ്ജിച്ചു പോകയില്ല. തോൽവിയില്ല, 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 നാം തോറ്റു പോകയില്ല. ലജ്ജിക്കില്ല, 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 നാം ലജ്ജിച്ചു പോകയില്ല. തോൽവിയില്ല, 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 നാം തോറ്റു പോകയില്ല. ചേർന്ന് ഓഹോ, ലജ്ജിക്കില്ല, 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 നാം ലജ്ജിച്ചു പോകയില്ല. തോൽവിയില്ല, 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 നാം തോറ്റു പോകയില്ല. ലജ്ജിക്കില്ല, 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 നാം ലജ്ജിച്ചു പോകയില്ല. തോൽവിയില്ല, 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 നാം തോറ്റു പോകയില്ല. ഹല്ലേലൂയ. ചില സന്ദർഭത്തിൽ ചില വിഷയം വരുമ്പോൾ, ഇത് നിങ്ങൾക്കറിയാം, ഒരു ബെഡ്ഷീറ്റാണ്. ചില സന്ദർഭത്തിൽ ചില വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ സ്നാനം കുളത്തിനകത്ത് നമ്മൾ കയറുമ്പോൾ ഇതുപോലെ ഇതുപോലെ ഒരു ഷീറ്റ് നമ്മളെ മൂടി ഇങ്ങനെ പൊതിഞ്ഞു കൊണ്ടുപോകും അല്ലേ? കണ്ടിട്ടില്ലേ? സ്നാനക്കുളത്തിൽ സ്നാനപ്പെട്ട് വെള്ളത്തിനകത്തുനിന്ന് കയറുന്നതും കൂടെ നിൽക്കുന്നവരെ ഈ ഷീറ്റ് കൊണ്ട് ഈ സ്നാനപ്പെട്ടവരെ അങ്ങ് മൂടി, തല മാത്രം കാണാൻ കണക്കിന് മൂടി കൊണ്ടുവന്ന് ഡ്രസ്സ് മാറുന്നതുവരെ മൂടിക്കൊണ്ടുവരും. മനസ്സിലായോ? ദൈവത്തിന് സഭയ്ക്കകത്ത് ഇങ്ങനെയാണ്. ചില വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ചിലരെ മൂടി കൊത്തി തകർത്ത് തരിപ്പണമാക്കാതെ, ചില വിഷയങ്ങൾ വരുമ്പോൾ ഇതുപോലൊരു ഡ്രസ്സ് വെച്ച് മറച്ചതുപോലെ ദൈവവേലക്കാർ അവരെ മറച്ച് പിടിച്ച് കൊണ്ടെത്തിക്കും. പക്ഷേ വചനത്തിൻ്റെ വിപരീതമായ വ്യവസ്ഥ വരുമ്പോൾ ഇത് വെച്ച് മറക്കത്തില്ല. സഭ കേൾക്കെ അതിനെ കട്ട് ചെയ്യും. നമുക്ക് എത്രയൊക്കെ മനസ്സിലായാ പറഞ്ഞേ? ചില വിഷയം വരുമ്പോൾ അത് എല്ലാവരും കേൾക്കെ പരസ്യപ്പെടുത്തുകയോ അപമാനിക്കുകയോ, കുറവുകൾ ബലഹീനതയില്ലാത്ത മനുഷ്യനാരാവുള്ള കുറവുകളും ബലഹീനതകളും സ്വത്രം അഥവാ നമുക്ക് ചില സന്ദർഭങ്ങൾ വരുമ്പോൾ സഭയിലെ ശുശ്രൂഷകളും കൂട്ടുവിശ്വാസവും ഇതുപോലൊരു ഷീറ്റ് കൊണ്ട് ഒരു വ്യക്തിയെ മൂടുന്നത് പോലെ ആർക്കും കൊത്താൻ വിട്ടുകൊടുക്കാതെ, ആർക്കും ചവിട്ടാൻ വിട്ടുകൊടുക്കാതെ, ആർക്കും ഏൽപ്പിച്ചു കൊടുക്കാതെ അവരെ സ്നേഹത്തിൻ്റെ പുതപ്പ് കൊണ്ട്, അങ്ങനെ മനസ്സിലായോ? ബെഡ്ഷീറ്റ് കൊടുത്തോണ്ട് പോകുന്നല്ല ഞാൻ, സ്നേഹത്തിൻ്റെ പുതപ്പ് കൊണ്ട് അവരെ ചേർത്ത് പിടിക്കും. അതങ്ങനെയുള്ള ഒരു ബലഹീനത വരുമ്പോൾ, എന്നാൽ വചന വ്യവസ്ഥയ്ക്ക് നിരക്കാത്തൊരു ബലഹീനത വരുമ്പോൾ നമുക്കൊരിക്കലും സ്നേഹത്തിൻ്റെ പുതപ്പ് കൊണ്ട് പുതയ്ക്കാൻ പറ്റത്തില്ല. കട്ട് ചെയ്ത് ക്യാൻസൽ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഇത് ബൈബിളിലെ വ്യവസ്ഥ. ഇത് ബൈബിളിലെ വ്യവസ്ഥ. സ്വത്രം. ബൈബിളിൻ്റെ വ്യവസ്ഥയിൽ നിൽക്കുന്നൊരു പൈതലിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം സ്വർഗം തുറന്ന് എഴുന്നേൽക്കും. പക്ഷെ വ്യവസ്ഥയ്ക്ക് നിൽക്കുന്ന പൈതങ്ങളുടെ വ്യവസ്ഥ കേൾക്കുമ്പോൾ അനേക വ്യക്തികൾ വിരൽ ചൂണ്ടും. അടുത്ത് ആ വ്യവസ്ഥയ്ക്ക് വേണ്ടി നിന്ന ആളിനെ നോക്കും. ആളിൻ്റെ സകല കാര്യം പിന്നെ വാച്ച് ചെയ്യാൻ തുടങ്ങും. ഇതുവരെ വാച്ച് ചെയ്തപോലെ എൻ്റെ അപ്പുറം വാച്ച് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾക്കിങ്ങനെ എന്തെന്ന് ചോദിക്കും. അപ്പോഴും തകരല്ലേ? മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ദൈവത്തിൻ്റെ സ്വത്രം. ഒരു ക്രിസ്തുവിൻ്റെ സഭ കെട്ടി അടയ്ക്കപ്പെട്ട. വായിച്ച ബാക്കി ഒന്നുകൂടെ വായിച്ചിട്ട് നമുക്ക് മർക്കോസ് 5 പോകണം. വായിച്ചേ. എൻ്റെ സഹോദരി, എൻ്റെ കാന്ത, കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം, അടുത്ത് അടച്ചിരിക്കുന്ന ഒരു നീരുറവ്, അടച്ചിരിക്കുന്ന എന്തോന്ന്? ഒരു നീര് ഉറവ്. മറ്റൊന്നും വരാതെ അടച്ചിരിക്കുക. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒന്നും കിടക്കത്തില്ല. അടച്ചിരിക്കുക. അടുത്ത വരി. മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ, മുദ്രയിട്ടിരിക്കുക കിണറിനെ. അതിൽ അശുദ്ധർക്കൊന്നും പ്രവേശിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് മനസ്സിലായി? ആമേൻ. മുദ്ര വച്ചിരിക്കുക. മുദ്രയുണ്ട്. ദൈവത്തിന് സ്വന്തം. അതുകൊണ്ട് ഞാനും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എൻ്റെ ദൈവം വചനത്തിലൂടെ വാക്കുകളിലൂടെ എന്ത് പറയും? യേശുവിൻ്റെ പിന്നാലെ ഞാൻ
ആരൊക്കെ പറയും ഈ വചനം കേട്ട്, ഇത്രയും നേരം കേട്ട വചനം കേട്ട് ആരൊക്കെ ദൈവത്തിന് വിട്ടുകൊടുക്കും? കർത്താവേ, യേശുവിൻ പിൻപേ പോകാൻ ഞാൻ ഉറച്ചു. ആരൊക്കെ പാടും? യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, പിന്മാറാതെ മാറാതെ, പിന്മാറാതെ ഞാൻ മാറാതെ, യേശുവിൻ പിൻപേ പോകാനുറച്ചു. യേശു ചേർന്ന് പഠിക്കേ. ആരൊക്കെ ഉടപ്പുണ്ട്? യേശുവിൻ പിൻപേ പോകാനുറച്ചു, പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ ഞാൻ മാറാതെ, ലോകമൻ പിൻപേ ക്രൂശന്റെ മുൻപേ, ലോകമൻ പിൻപേ ക്രൂശന്റെ മുൻപേ, ലോകമൻ പിൻപേ ക്രൂശന്റെ മുൻപേ, പിന്നോക്കാതെ ഞാൻ നോക്കാതെ, പിന്നോക്കാതെ ഞാൻ നോക്കാതെ, ലോകമൻ പിൻപേ ക്രൂശന്റെ മുൻപേ, ലോകമൻ പിൻപേ ക്രൂശന്റെ മുൻപേ, ലോകമൻ പിൻപേ ക്രൂശന്റെ മുൻപേ, പിന്നോക്കാതെ ഞാൻ നോക്കാതെ, പിന്നോക്കാതെ ഞാൻ നോക്കാതെ, യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, പിന്മാറാതെ ഞാൻ മാറാതെ. ആരൊക്കെ പാടും? പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ ഞാൻ മാറാതെ. പഠിക്കേ. പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ. അപ്പോൾ യോബ് എന്ത് ചെയ്തില്ല? പിന്മാറിയില്ല. അവസാനം ആ യോബിൻ്റെ അടുക്കൽ എൻ്റെ അപ്പൻ ഇറങ്ങി വന്നു. ഇത്രക്കും മനസ്സിലായി? ഒരു പാവവും യോബ് ചെയ്തില്ല. അപ്പോൾ ആ യോബിൻ്റെ ഭാര്യയും കുടുംബവും എല്ലാവരും യോബിനെ തള്ളി, സ്നേഹിതരെ തള്ളി, ആരുമില്ല. പക്ഷേ പുസ്തകം നമ്മൾ ധ്യാനിക്കുമ്പോൾ, യോബിൻ്റെ പുസ്തകം ധ്യാനിക്കുമ്പോൾ അവസാന അധ്യായത്തിലേക്ക് 36-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അതിനകത്ത് സ്വർഗത്തിൻ്റെ ദൈവം അവൻ്റെ മുമ്പിൽ ഇറങ്ങി, പിന്നെ അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി. ഇറങ്ങാത്ത കർത്താവ് അവിടെ ഇറങ്ങി. അർത്ഥം, നമ്മൾ ചിലയിടത്തൂടെ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിഷമത്തിലൂടെ ആയിരിക്കും പോകുന്നത്. പക്ഷെ അവിടെയെല്ലാം യേശുണ്ട്. പക്ഷെ നമുക്ക് കാണാനും ഒന്നിനും പറ്റുന്നില്ല. പക്ഷെ അവിടെ കാണത്തക്ക നിലവാരത്തിൽ ആരിറങ്ങി? ദൈവം ഇറങ്ങി. ചില സന്ദർഭങ്ങളിൽ, ചിലയിടത്തൂടെ, ചില അധ്യായങ്ങളിൽ ചിലപ്പോൾ ഒരു ഭാരമായിരിക്കും, ചിലപ്പോൾ ഒരു വിഷമായിരിക്കും, ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. സ്വതന്ത്രം 34:5 വായിച്ചേ. 34:5. യോബ് 34:5. ഞാൻ നീതിമാൻ, ദൈവം എൻ്റെ ന്യായം തള്ളിക്കളഞ്ഞു. 36:5 വായിച്ചേ. 36:5. ദൈവം ബലവാനെങ്കിലും ആരെയും നിരസിക്കുന്നില്ല. അവൻ വിവേകശക്തിയിലും ബലവാൻ തന്നെ. അവൻ ദുഷ്ടന്റെ ജീവനെ രക്ഷിക്കുന്നില്ല. യോബിന്റെ പുസ്തകമാണോ വായിക്കുന്നത്? അടുത്ത വാക്യം. അവൻ ദുഷ്ടന്റെ ജീവനെ രക്ഷിക്കുന്നില്ല. ദുഃഖിതന്മാർക്കോ അവൻ ന്യായം നടത്തി കൊടുക്കും. 38-ാം അധ്യായം. 38-ാം അധ്യായം വായിച്ചേ. 32:1 മുതൽ വായിച്ചേ. അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് യോബിനോട് ഉത്തരമരുളി ചെയ്ത്, യേശുപ്പച്ചൻ ഇറങ്ങി. യേശുപ്പച്ചൻ ഇറങ്ങി. യോബിൻ്റെ അടുക്കൽ ചുഴലിക്കാറ്റിൽ ഇറങ്ങി. എൻ്റെ അപ്പൻ ഇറങ്ങി സംസാരിക്കാൻ തുടങ്ങി. ഇറങ്ങി കാര്യങ്ങൾ പറയാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി, ഇടപെടാൻ തുടങ്ങി. അടുത്ത വാക്യം വായിച്ച്. അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കുന്നോരിവനാർ.
നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക. ഞാൻ നിന്നോട് ചോദിക്കും, എന്നോട് ഉത്തരം പറയുക. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കുക. അതിന്റെ അളവ് നിയമിച്ചവനാർ? നീ അറിയുന്നുവോ? അല്ല, അതിന് അളവ് നൂൽ പിടിച്ചവനാർ? പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ചു ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിന്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു? അല്ല, അതിന്റെ മൂലക്കല്ലിട്ടവനാർ? ഗർഭത്തിൽ നിന്ന് എന്ന പോലെ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ അതിനെ കതകുകളാൽ അടച്ചവനാർ? ഇതെല്ലാം ദൈവയോട് സംസാരിച്ചപ്പോൾ ഒരക്ഷരം മിണ്ടാതെ 38 അധ്യായം വരെ കർത്താവിനെ കേൾക്കാനും മനസ്സിലാക്കാനൊക്കെ പറ്റും. പക്ഷേ നേരിട്ട് കാണാൻ പറ്റിയത് ഇപ്പോഴാണ്. ഇത്രയും അധ്യായങ്ങൾക്കകത്തും ഈ ചൂളക്കകത്തൂടെ പോകുമ്പോൾ പതറിയില്ല. എന്നാൽ 42 വരുമ്പോൾ യോബ് ദൈവത്തോട് മറുപടി പറഞ്ഞു. വായിക്കാമോ? 42 അധ്യായം വായിച്ച് 1 മുതൽ വായിച്ച്. അതിന് യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും. കേട്ടോ, ഇവിടെ നിന്നാണ് ഇത്രയും അധ്യായത്തിൽ 38, 39, 40, 41 അധ്യായങ്ങളിലും കർത്താവ് ചോദിച്ച ഒന്നിനും യോബിനൊരു അക്ഷരമില്ല. എന്നാൽ 42 വന്നപ്പോൾ അതിന് യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും സാധ്യമല്ലതും ഞാൻ അറിയുന്നു. മതി, സ്വന്തം അറിയുന്നു. കണ്ടോ? അപ്പോൾ ആ 38 ഇറങ്ങി വന്ന എൻ്റെ ദൈവത്തെ ഈ അധ്യായങ്ങളെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് യോബ്. 42 വന്നപ്പോൾ യോബ് പറയുകയാണ്, കർത്താവേ, ഒരു കേൾവി മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. ഇപ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നു? 5 വാക്യം വായിച്ച് 42:5. ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണും. ഇപ്പൊ എന്ത് ചെയ്യുന്നു? കേൾവി മാത്രം കേട്ടു. എത്ര വരെ? 37 അധ്യായം. 38 മുതൽ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ആരെ? ഒറ്റ വാക്കിന് മറുപടി ഇല്ലാതെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ എന്നിട്ടും ആ കണ്ണുകൊണ്ട് കണ്ടത് കൊണ്ടാണ് താഴോട്ട് കിടക്കുന്നത്. ഞാൻ പൊടിയിലും ചാരത്തിലും അനുഭവിക്കുന്നു. എന്നാൽ അതേ യോബിന് വേണ്ടി ദൈവം വാദിക്കുകയാണ്. സ്തോത്രം. 9 വാക്യം വായിച്ചോ? അതിൻ്റെ 7 മുതൽ വായിച്ച്. യഹോവ ഈ വചനങ്ങളെ യോബിനോട് അരുളി ചെയ്ത ശേഷം യഹോവ തേമനായ എലീഫസിനോട് അരുളി ചെയ്തത്, നിന്നോടും നിന്റെ 2 സ്നേഹിതന്മാരോടും എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു. എന്റെ ദാസനായ യോബിനെ പോലെ നിങ്ങൾ എന്നെ കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഇതുവരെ ഈ യോബ് സംസാരിച്ച് എങ്ങനെയുള്ളതാണ്? നമ്മൾ വായിച്ചപ്പോൾ ചിലയിടത്തൊക്കെ ഈ യോബ് ദൈവത്തെ തള്ളി പറഞ്ഞു എന്ന് ചിന്തിച്ചു പോയ വാക്കുകളില്ലേ? അല്ല, ഉണ്ട്. പക്ഷെ ഇവിടെ ദൈവം പറയുന്നു, അവൻ എന്നെ എന്ത് പറഞ്ഞിട്ടില്ല? ഒന്നുകൂടെ വായിച്ച സിസ്റ്റർ, പറഞ്ഞിട്ടില്ലെന്ന് ദൈവം പറയുകയാണ്, മനുഷ്യനല്ല. അടുത്ത വരി ആ വാക്യം ഒന്നുകൂടെ. എന്റെ ദാസനായ യോബിനെ പോലെ നിങ്ങൾ എന്നെ കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും അധ്യായം 37 അധ്യായം യോബ് പുലമ്പിയത് കരഞ്ഞത് എല്ലാം ദൈവത്തിന് വിഹിതമല്ലെന്ന് ആര് പറയുന്നു? ദൈവം തന്നെ എല്ലാം കേൾക്കുന്നു. ദൈവം തന്നെ പറയും. പക്ഷെ നമ്മളത് വായിച്ചു നോക്കും. ചിലയിടത്ത് വരുമ്പോൾ ദൈവം അങ്ങനെ പറഞ്ഞപ്പോൾ തെറ്റ് എന്നൊക്കെ നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകും ചില വരി. പക്ഷെ ദൈവം പറയുന്നത് എന്ത് ചെയ്തില്ല? വിഹിതമായതൊന്നും നിങ്ങളാണ് വിഹിതമായില്ലാത്ത സംസാരിച്ചത്. പക്ഷെ യോബിനോട് സംസാരിച്ച ഒന്നിൽ വന്നില്ല. ദൈവത്തിന് വേദനിപ്പിക്കുന്ന ഒന്നും വന്നില്ല. വായിച്ചെടുത്ത വരി. ആകയാൽ നിങ്ങൾ 7 കാളയെയും, അതുകൊണ്ട് നിങ്ങൾ 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും എന്റെ ദാസനായ യോബിന്റെ അടുക്കൽ കൊണ്ടുചെന്ന്. 7 കാളയും 7 ആട്ടുകുട്ടനും കൊണ്ട് എവിടെ പോകണം? യോബിന്റെ. എൻ്റെ ദാസനായ ആരുടെ? ഈ എൻ്റെ എന്നൊക്കെ വരുമ്പോൾ ഉടൻ ചിന്തിച്ചോളൂ. എൻ്റെ ദാസൻ ക്രിസ്തുവാ. ദൈവം ആര്? ദൈവത്തിൻ്റെ ദാസൻ എന്ന് പറയണമെങ്കിൽ എങ്ങനെ ഇരിക്കണം? ചിന്തിച്ചു നോക്ക്. എൻ്റെ ദാസൻ. അടുത്ത വരി. യോബിന്റെ അടുക്കൽ കൊണ്ടുചെന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം കഴിക്കുവിൻ. അവൻ്റെ അടുക്കൽ കൊണ്ടുചെന്ന്. ഇന്ന് വരെ അവനെ വേണ്ട. പ്രസവം തുടങ്ങി അന്നോട്ട് ആരെ വേണ്ട? പക്ഷേ ദൈവത്തിന് അവനെ വേണം. നീനാദ്രി ചെല്ലോട് പറയും, മക്കളെ നിന്നെ എനിക്ക് വേണം. പ്രശ്നത്തിലൂടെ പോകും, നിന്നെ എനിക്ക് വേണം. അടുത്ത വരി. എന്റെ ദാസനായ യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കണ്ടോ? മാറ്റി നിർത്തിയിരുന്നതാ, അകലം വിട്ട് നിർത്തിയതാ. പക്ഷെ ഒരു ദിവസം ദൈവം ഇറങ്ങി. എന്നിട്ട് പറഞ്ഞു, ദൈവം തന്നെ നേരിട്ട് പറഞ്ഞു, ഇവൻ പ്രാർത്ഥിക്കും. അതുവരെ
അതുവരെ അയ്യോ പ്രാർത്ഥിച്ചില്ല. പ്രാർത്ഥിച്ചു ദൈവത്തോട് നേരിട്ട്. മറ്റുള്ളവർക്ക് വേണ്ടി അടുത്ത് വന്നപ്പോൾ പ്രാർത്ഥിക്കാനുള്ള അനുവാദം ആർക്ക് കിട്ടിയില്ലായിരുന്നു? അയ്യോവിന് കിട്ടിയില്ല. അയ്യോ പ്രാർത്ഥിച്ചില്ല. പക്ഷെ കുറച്ച് കാലം അയ്യോ ഗ്യാപ്പിട്ട് നിന്ന് ദൈവം നിർത്തി. എന്നാൽ ഇയ്യോബിനെ ദൈവം നോക്കിയപ്പോൾ, ദൈവവചനത്തിലാണ് ഇയ്യോബ് നിൽക്കുന്നതെന്ന് കണ്ടപ്പോൾ, അവസാന അധ്യായത്തിലേക്ക് വന്നപ്പോൾ ഇയ്യോബിനെ കൊണ്ട് തന്നെ ആര് പ്രാർത്ഥിപ്പിച്ചു? ദൈവം. എൻ്റെ ദാസനെന്ന് ആര് വിളിച്ചു? ദൈവം. എൻ്റെ ദാസൻ്റെ അടുക്കൽ ഇതെല്ലാം കൊണ്ട് യാഗമർപ്പിക്കപ്പോൾ ആര് പറഞ്ഞു? ദൈവം. പ്രാർത്ഥിക്കാൻ ആര് കൽപ്പിച്ചു? മനുഷ്യനല്ല, ദൈവം. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അടുത്ത വരി. ഞാൻ അവൻ്റെ മുഖം ആദരിച്ച്. ഞാൻ അവൻ്റെ മുഖം ആദരിച്ച്. അപ്പൊ സ്തേഫാനോസിന് മുമ്പിൽ യേശു എഴുന്നേറ്റ് നിന്നത് എന്തുകൊണ്ടായിരിക്കും? അപ്പന് വേണ്ടി എറിയും കൊണ്ട് വേർപെട്ട് വചനപ്രകാരം നിന്നവൻ്റെ മുമ്പിൽ സ്വർക്കം തുറന്നിട്ട് എഴുന്നേറ്റ് നിന്ന് ഒരു പക്ഷെ ചിലപ്പോൾ എന്തായിരിക്കാം? ആദരിച്ചതായിരിക്കാം. എനിക്ക് അറിഞ്ഞൂടാ. എഴുന്നേറ്റ് ഇരുന്നാൽ പോരായിരുന്നു. സിംഹാസനത്തിൽ ഇരുന്നാൽ പോരായിരുന്നു, മതിയായിരുന്നു. പക്ഷെ എഴുന്നേറ്റ് നിന്നില്ലേ? നിന്നു. സ്തോത്രം. ഇവിടെ ഏതാ? ആദരിച്ച്. ഇയ്യോബിന്റെ മുഖം ഒന്നുകൂടെ വായിച്ച സിസ്റ്റർ വാക്ക്. ഞാൻ അവന്റെ മുഖം ആദരിച്ച്. അവന്റെ എന്താ ആദരിച്ച്? മുഖം. നമ്മളെ മുഖം ദൈവം ആദരിക്കാൻ നമ്മൾ വിട്ടുകൊടുക്കുമോ? ദൈവം ആദരിച്ച്. അപ്പോൾ ആ മനുഷ്യൻ ആ തീച്ചൂളയിലൂടെ പോയപ്പോഴെല്ലാം തന്നെ ത്യജിച്ച് ക്രിസ്തുവിൻ്റെ പ്രമാണത്തിൽ പോയില്ലെങ്കിൽ പറയോ ഇങ്ങനെ? ഇല്ല. അടുത്ത വാക്യം വായിച്ചേ. നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം. നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും. നിങ്ങളോട് കണ്ടോ, നിങ്ങൾ മൂഢതയാണ് കാണിച്ചത്. പക്ഷേ ഞാൻ അവൻ്റെ മുഖം ആദരിച്ചിട്ട്. അങ്ങനെയാണ് പലരുടെയും മുഖം ആദരിച്ചാണ് നമ്മളെങ്ങനെ ദൈവം നിർത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു വീട്ടിലൊരാളായിരിക്കും ചിലപ്പോൾ പ്രാർത്ഥിക്കുന്ന, അവരുടെ മുഖം ആദരിച്ച് ദൈവം മറ്റുള്ളവരും കൂടെ സ്നേഹത്താൽ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. കരുതുന്നു. ഒരാൾ രാവും പകലും വിശുദ്ധിയോടെ ജീവിക്കാൻ വേണ്ടി കരഞ്ഞും പ്രാർത്ഥിച്ചും, മറ്റാരും അറിയുന്നില്ല. പോകുമ്പോഴും പ്രാർത്ഥന, വരുമ്പോഴും പ്രാർത്ഥന, ഇരിക്കുമ്പോഴും പ്രാർത്ഥന, നടക്കുമ്പോഴും പ്രാർത്ഥന, എല്ലായ്പ്പോഴും പ്രാർത്ഥന. ആ പ്രാർത്ഥന എൻ്റെ ദൈവം കണ്ടിട്ട് ആ വ്യക്തിയെ ദൈവം ആ വ്യക്തിയുടെ മുഖം ദൈവം ആദരിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ മറ്റുള്ളവരെ കൂടെ എന്ത് ചെയ്യുന്നത്? കരുതിക്കൊണ്ടിരിക്കുന്നത്. അല്ല നമ്മുടെ വല്ല മിടുക്കുവാണോ? അല്ല. ദൈവം ആദരിക്കുന്ന ദൈവമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ആദരിക്കേണ്ടടുത്ത് ദൈവം ആദരിച്ചു. സ്തോത്രം. എഴുന്നേൽക്കേണ്ടടുത്ത് എഴുന്നേൽപ്പിച്ചു. സന്തോഷിക്കേണ്ടടുത്ത് യേശു സന്തോഷിച്ചു. കരയേണ്ടടുത്ത് എന്ത് ചെയ്തു? ദേവാലയത്തിനെ കണ്ടിട്ട് എന്ത് ചെയ്തു? പാപം കണ്ട് എന്ത് ചെയ്തു? കല്ലിൻ്റെ മേൽ കല്ല് ശേഷിക്കില്ലെന്ന് പറഞ്ഞു അല്ലേ? കരയേണ്ടടുത്ത് എന്ത് ചെയ്തു? കരഞ്ഞു. വീഴുമെന്ന് പറയേണ്ടടുത്ത് എന്ത് ചെയ്തു? വീഴുമെന്ന് പറഞ്ഞു. ആദരിക്കേണ്ടടുത്തോ? ആദരിച്ചു. കട്ട് ചെയ്യേണ്ടതോ? കട്ട് ചെയ്തു. പുറത്താക്കേണ്ടടുത്തോ? ചാട്ട കൊണ്ട് അടിച്ച് പുറത്താക്കേണ്ടതോ? പുറത്താക്കി. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഈ ദൈവം ആരെ നോക്കി? ഹല്ലേലൂയ. ഈ ദൈവം നമുക്ക് ആ മക്കളെന്ന് വിളിക്കാൻ ഒരു പദവി തന്നത് എത്ര ചിന്തിക്കണം. അടുത്ത വരി വായിച്ചേ. എന്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെ കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ലല്ലോ. അങ്ങനെ തേമിനായ എലീഫസും ശുഹ്യനായ ബിൽദാദും നയമാത്യനായ സോഫരും ചെന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. യഹോവ ഇയ്യോബിന്റെ മുഖത്തെ ആദരിച്ചു. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ പ്രാവശ്യം ചെയ്തപ്പോ വീണ്ടും പറയുന്നു, ചെയ്തവന്റെ മുഖമല്ല, പിന്നെ വചനത്തിൽ നിന്നവന്റെ മുഖം ദൈവം ആദരിച്ചു. അടുത്ത വരി. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. പ്രാർത്ഥിച്ചു. ആർക്ക് വേണ്ടി? സ്നേഹിതന്മാർക്ക് വേണ്ടി. അപ്പോ സ്ഥിതിക്ക് ദൈവം മുഖം ആദരിച്ചത് ആരുടെ? ഇയ്യോബിന്റെ മുഖം. സ്ഥിതിക്ക് മാറ്റം വന്നത് ആർക്ക്? ഈ കൂട്ടുകാരന്മാർക്ക്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇതെന്തോന്ന് വചനമെന്ന്. നമുക്കകത്ത് ഈ വചനം കത്തണം. ആരാ
പഠിച്ചിട്ട് മാത്രം പോയാൽ പോരാ. ഈ വചനകത്ത് ഇറങ്ങി നമ്മളെ കത്തിക്കണം. ഈ വചനം നമ്മളെ ജീവനായി ജീവിതമായി നമ്മളെ പുറത്തെടുക്കണം. ആമേൻ. ഓ ദൈവത്തിന് സ്തോത്രം. വചനത്തിൽ നിൽക്കുമ്പോൾ, സത്യത്തിൽ നിൽക്കുമ്പോൾ, ഉപദേശത്തിൽ നിൽക്കുമ്പോൾ, സത്യവചനത്തിനകത്ത് ഒരു പൈതൽ ജീവിക്കുമ്പോൾ അവൻ്റെ മുഖത്തെ, അവളുടെ മുഖത്തെ എൻ്റെ അപ്പൻ ആദരിക്കും. ആരാദരിക്കും? എൻ്റെ അപ്പച്ചൻ ആദരിക്കും. അടുത്ത വാക്യം. യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. അവന്റെ സകല സഹോദരന്മാരും സഹോദരിമാരും മുമ്പേ അവന് പരിചയമുള്ളവരൊക്കെയും, ആദ്യം എല്ലാവരും മാറിയവരാണ്, ഇപ്പം ദൈവം അവന്റെ മുഖത്തെ ആദരിച്ചു. വചനം വീഴുകയാണ് ചിലരുടെ മേൽ. ആദരിക്കുന്നത് വരെ ഒറ്റ അടുത്ത് വരില്ല. മുഖം ആദരിക്കുന്നത് വരെ ഒറ്റ അടുത്ത് വരും. ദൈവം മാത്രമേ ഉള്ളൂ. പക്ഷെ ആദരിച്ചപ്പോൾ പണ്ടാരെല്ലാം ഈ അവരുണ്ടായിരുന്നു, അവരെല്ലാം ദൈവം ആദരിച്ചപ്പോൾ മടങ്ങി വന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? വചനത്തിൽ നിന്നാൽ, ഉപദേശത്തിൽ നിന്നാൽ, സത്യത്തിൽ നിന്നാൽ ചിലപ്പോൾ നമ്മളെ വിട്ട് പലരൊക്കെ മാറി അകന്നൊക്കെ പോയി കാണും. പക്ഷെ ദൈവം ആദരിക്കുന്നൊരു സമയമുണ്ട്. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ എത്ര ഏറ്റെടുക്കുമെന്ന് എനിക്കറിഞ്ഞൂടെ ഈ വചനം. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ എല്ലാവരുടെ ജീവിതത്തിനകത്ത് ഇത് വരും. ആദരിക്കുന്ന വചനപ്രകാരം നിൽക്കുന്ന എല്ലാവരുടെ ജീവിതത്തിൽ ഇത് വരും. ആദരിക്കുന്നൊരു സന്ദർഭം വരും. ആദരിക്കുന്നൊരു സന്ദർഭം വരും. അപ്പോൾ അകന്ന് പോയവരെല്ലാം അടുത്ത് വരും. വാക്യം മാറുമോ? ഇല്ല. ആകാശം മാറിയാൽ ഭൂമി മാറിയാൽ വചനം മാറുമോ? ഇല്ല. ആ വാക്യം ഒന്നുകൂടെ വായിച്ചിട്ട് മർക്കോസിലേക്ക് പോകണം. ഇയ്യോബ് അവന്റെ സകല സഹോദരന്മാരും സഹോദരിമാരും മുമ്പേ അവന് പരിചയമുള്ളവരൊക്കെയും അവന്റെ അടുക്കൽ വന്ന് അവന്റെ വീട്ടിൽ അവനോടുകൂടെ ഭക്ഷണം കഴിച്ചു. യഹോവ അവന്റെ മേൽ വരുത്തിയിരുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് അവർ അവനോട് സഹതാപം കാണിച്ച് അവനെ ആശ്വസിപ്പിച്ചു. ഓരോരുത്തരും അവന് ഓരോ പൊൻനാണ്യവും ഓരോ പൊൻമോതിരവും കൊടുത്തു. ഇയ്യോബിന് എന്ത് കൊടുത്തെന്ന്? പൊൻ. ദൈവത്തിന് മുമ്പിൽ വെച്ച് പൊൻ എന്ത് കൊടുത്തു? സ്വർണം കൊണ്ടുള്ള മോതിരം. ആർക്ക് കൊടുത്തു? സ്വർണം കൊണ്ടുള്ള മോതിരം ആർക്ക് കൊടുത്തു? ഇയ്യോബിന് കൊടുത്തു. അകന്നു പോയവരെല്ലാം എവിടെ വന്നു? അടുത്ത് വന്നു. അകന്നു പോയവരെല്ലാം അടുത്ത് വന്നു. ഒറ്റ എണ്ണം പോലും വരാതിരുന്നില്ല. ആ വാക്യത്തിനകത്തുണ്ട്, ഒറ്റ എണ്ണം പോലും വരാതിരുന്നില്ല. ആരൊക്കെ മുമ്പുണ്ടായിരുന്നോ അവരെല്ലാം ഇയ്യോബിൻ്റെ മരണത്തിന് മുമ്പേ ഇയ്യോബിൻ്റെ കണ്ണിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ദൈവം നിർത്തി. ഇങ്ങനെയാണ് ദൈവം ആദരിക്കുന്നത്. ദൈവം ആദരിക്കും. ദൈവം ആദരിക്കും. ദൈവം ആദരിക്കും. എല്ലാവരും ഒന്നും ആദരിക്കില്ല. ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിൽക്കുന്നവനെ ദൈവം ആദരിക്കും. ആരൊക്കെ നിന്ദിച്ചാലും, ആരൊക്കെ പരിഹസിച്ചാലും, ആരൊക്കെ കളിയാക്കിയാലും, ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും, ഞാൻ നിങ്ങൾ വചനത്തിൽ, പ്രമാണത്തിൽ, സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എങ്കിൽ വചനം എന്ത് പറയുന്നു? അതിൻ്റെ അപ്പുറത്ത് നമുക്കൊന്നും വേണ്ട. എങ്കിൽ നമുക്കെന്ത് കിട്ടും? വലിയ ദൈവപ്രവൃത്തി കിട്ടും. മർക്കോസ് സുവിശേഷം വായിക്കുമ്പോൾ അതിൻ്റെ 4-ാം അധ്യായം വായിക്കുമ്പോൾ യേശുക്രിസ്തു ഭയങ്കര ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 4-ാം അധ്യായം വായിക്കുമ്പോൾ ഭയങ്കര ശുശ്രൂഷ. 4:1 മുതൽ വായിക്കുമ്പോൾ വചനം വെളിപ്പെടുത്തുന്നു. സ്വത്രം പുരുഷാരത്തെ ഉപദേശിക്കുന്നു. സ്വത്രം പടകിൽ യേശു കയറുന്നു. പുരുഷാരത്തെ സ്വത്രം കടലരികെ കരയിലായിരുന്നു. അവൻ ഉപമകളാൽ പലതും കർത്താവ് ഉപദേശിക്കുകയാണ്. 21-ാം വാക്യം വായിക്കുമ്പോൾ കർത്താവ് വെളിച്ചങ്ങളെക്കുറിച്ചും എങ്ങനെ ഇരിക്കണമെന്നതിനെക്കുറിച്ചും ഒക്കെ പറയുകയാണ്. നോക്കിയേ, പിന്നെ അവൻ അവരോട് പറഞ്ഞത്, വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലോ കട്ടിലിൻ കീഴിലോ വെക്കുമാറുണ്ടോ? വിളക്ക് തണ്ടിന്മേൽ എത്ര വെക്കുന്നത്? തണ്ടിന്മേലല്ലയോ വെക്കുന്നത്? തണ്ടിന്മേലാണ് വിളക്ക് വെക്കേണ്ടത്. വിളക്ക് പറയുടെ കീഴിൽ പോകുന്നത് പാപനിമിത്തമാണ്. പറയുടെ കീഴിൽ വിളക്ക് പോകുന്നത് പാപനിമിത്തമാണ്. കർത്താവ് പറഞ്ഞ തണ്ടിന്മേൽ വരണം. തണ്ടിന്മേൽ വരണമെങ്കിൽ എൻ്റെ വചനത്തിൽ, എൻ്റെ വിശുദ്ധിയിൽ, എൻ്റെ വേർപാടിൽ നീ ജീവിച്ചാലേ ആ വിളക്ക് തണ്ടിൻ്റെ പുറത്ത് വരും. നിങ്ങൾക്ക്
മനസ്സിലായി. തണ്ട് അടയാൻ കാര്യം എന്താ? കുറവ് വരുമ്പോൾ ഒളിച്ചിരിക്കും. വേദപുസ്തകത്തിൽ തെളിവുണ്ടോയെന്ന് ചോദിച്ചാൽ തെളിവുണ്ട്. ഇതങ്ങനെ വെച്ചിട്ട് യോഹന്നാൻ സുവിശേഷം എടുത്തേ കണ്ടോ. ഞാൻ സ്വത്രം വചനം പോകുന്നുണ്ടോ? യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം വായിക്കുമ്പോൾ ആത്മാവ് എന്നെ കൊണ്ടുപോകുന്നു. ഞാൻ ആ ആത്മാവ് കൊണ്ടുപോകുന്നതിനൊപ്പം ഞാനും പോകുന്നു. ദൈവത്തിന് സ്വത്രം. ഹല്ലേലൂയ. 2-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ ദൈവത്തിന് സ്വത്രം. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ സ്വത്രം. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് സ്വത്രം. 3-ാം അധ്യായം 20 മുതൽ വായിച്ച്, തിന്മ പ്രവർത്തിക്കുന്നതിനെല്ലാം വെളിച്ചത്തെ പായിക്കുന്നു, നല്ല തൻ്റെ പ്രവൃത്തിയിൽ ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിങ്കലേക്ക് വരുന്നില്ല. വായിച്ചേ. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം. തിന്മ 3-ാം അധ്യായം 20-ാം വാക്യം. യോഹന്നാൻ 3:20. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. വെളിച്ചത്തെ എന്ത് ചെയ്യും? മറയും. അത് പറയുടെ കീഴിലിരിക്കും. അത് മറയും. അത് വെളിയിൽ വരില്ല. ആ പ്രകാശം ഒട്ടും വെളിയിൽ വരില്ല. അതാര്? തിന്മ പ്രവർത്തിക്കുന്നവർ. അടുത്ത വരി. തന്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കുവാൻ. എന്തുകൊണ്ടാണ് മറഞ്ഞിരിക്കുന്നത്? നാണക്കേട്. വെളിയിൽ വന്ന ആളുകൾ കണ്ടുപിടിക്കും. അതുകൊണ്ട് ഒളിച്ച് മറഞ്ഞ് ഇരിക്കും. പക്ഷേ ക്രിസ്തുവിൽ നിറഞ്ഞ് ജീവിക്കുന്നവൻ ഒളിക്കത്തില്ല. എപ്പോൾ നോക്കിയാൽ തണ്ടിൻ്റെ മുകളിൽ. കാരണം എന്തുകൊണ്ട്? ലജ്ജിപ്പാൻ സംഗതിയില്ല. വചനത്തിൽ, പ്രമാണത്തിൽ, സത്യത്തിൽ, വിശുദ്ധിയിൽ, വേർപാടിൽ വില കൊടുത്ത് നിൽക്കുന്നവൻ എപ്പോഴും ആരുടെങ്കിലും കുലുങ്ങാതെ എവിടെ നിൽക്കും? തണ്ടിന്മേൽ വെച്ച വിളക്ക്. വായിച്ച അടുത്ത വാക്യം വായിക്കുമ്പോൾ അത് മനസ്സിലാവും. വായിച്ചേ. തന്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കുവാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. എന്തുകൊണ്ടാണ് വെളിച്ചത്തിൽ വരാത്തത്? പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കാൻ. അടുത്ത വരി. സത്യം പ്രവർത്തിക്കുന്നവരോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കുകയാണ്. പലരും ഞാൻ ചിലയിടത്തൊക്കെ പോകുമ്പോൾ ദൂരെ കൂടെ പോലും വരുന്നു എന്നൊരു ചെറിയൊരു അറിവ് കിട്ടിയാൽ ചിലർ പതുക്കെ ഇറങ്ങി ഓടിക്കളയും. അപ്പം തിരിച്ച ആൾക്കാർ അപ്പോൾ എന്നോട് പറയും, സിസ്റ്റർ വരുന്ന കാര്യം അറിഞ്ഞു, എൻ്റെ പതുക്കെ ഒഴിഞ്ഞു മാറി. ഞാൻ കിട്ടുന്ന മാറി, അത് ശരിയാവില്ല, അത് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് എങ്ങനെ നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിയാവില്ല, ഓടി. കാരണം എന്താ? കുറവുണ്ടെന്ന് വെളിപ്പെട്ടു. എന്നെ കണ്ടിട്ടല്ല, എൻ്റെ അകത്തിരിക്കുന്ന യേശുവിനെ അവർ കണ്ടിട്ടാണ്. കുറവുണ്ട് എന്ന് കണ്ടാൽ പിന്നെ എന്ത് ചെയ്യില്ല? ഞാൻ 2 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ വരില്ല. എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ വരില്ല. 2 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലും എന്ത് ചെയ്യില്ല? എത്തൂല. ഞാൻ പോയെന്ന് ഉറപ്പ് വരുത്തി, എൻ്റെ വണ്ടി എവിടെയെങ്കിലും ഉറപ്പ് വരുത്തിയാലേ അടുത്ത വീട്ടിലാൾ. സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത്. സ്വത്രം. വേറെ ഒന്നും കൊണ്ടല്ല, എന്നെ കണ്ടോണ്ടല്ല, എൻ്റെ അകത്തിരിക്കുന്ന യേശുവിനെ കണ്ടോണ്ട്. എങ്ങനെ ഞാൻ മുഖത്ത് നോക്കും? ആ വചനം പറഞ്ഞിട്ടും എനിക്ക് അംഗീകരിക്കാൻ പറ്റിയില്ലല്ലോ. വീണ്ടും ഞാൻ പറയുടെ കീഴിലാണല്ലോ, വീണ്ടും ഞാൻ കുറവിലാണല്ലോ. അയ്യോ എനിക്ക് ആക്ഷേപം വരും, എന്നുള്ള ഒരു ഉൾഭയം. അത് ശാലയെ കണ്ടിട്ടോ, ഒരു ദൈവ വൈതലിനെ കണ്ടിട്ടോ, ഒരു ദൈവ വേലക്കാരെ കണ്ടിട്ടോ അല്ല. അവരുടെ അകത്തിരിക്കുന്ന യേശു അപ്പനെ കണ്ടിട്ട്, യേശു അപ്പൻ്റെ സ്നേഹം കണ്ടിട്ട്, യേശു അപ്പൻ്റെ കൃപ കണ്ടിട്ട് വല്ലാത്തൊരു ഭയം വരും. സ്വത്രം. അടുത്തവരെ. ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. അടുത്തവരെ. സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കുകയാണ്. അവൻ എങ്ങനെ ചെയ്തിരിക്കുന്നു? ദൈവത്തിൽ. സത്യം പ്രവർത്തിക്കുന്ന പ്രവൃത്തി എങ്ങനെ ചെയ്തിരിക്കുന്നു? ദൈവത്തിൽ ചെയ്തിരിക്കുക. അടുത്തവരെ. അതിൽ വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു. മനസ്സിലായി? ആ പ്രവൃത്തി വെളിച്ചത്തിൻ്റെതാ. അതുകൊണ്ട് അത് വെളിപ്പെടേണ്ടതിന് എപ്പോഴും ഇവിടെ ഇരിക്കും. തണ്ടിൻ്റെ മുകളിൽ വെളിച്ചത്തിലിരിക്കും. അതിന് മറവില്ല, അതിന് ഒളിവില്ല, അത് മാറിപ്പോകില്ല, അത് ഒളിച്ചു പോകില്ല. അതെപ്പോഴും എവിടെയും ലജ്ജയില്ലാതെ, എവിടെ ആര് വിളിച്ചാലും ലജ്ജയില്ലാതെ ഇറങ്ങി നിൽക്കുക, നിന്ന് സ്വാതന്ത്ര്യത്തോടെ നിൽക്കുക, കൃപയോടെ നിൽക്കുക. ആ അവസ്ഥകളുടെ നടുവിൽ എന്തൊക്കെ പറഞ്ഞാൽ അവിടെ കൃപയോടെ നിൽക്കുക. അത് വെളിച്ചത്തിന് മാത്രം നിൽക്കാൻ പറ്റൂ. ഇനി മർക്കോസിൽ പറയുന്നു കണ്ടോ, സ്വത്രം 22-ാം വാക്യം. വെളിപ്പെടാനുള്ളതല്ലാതെ ഗൂഢമായതൊന്നുമില്ല, വെളിച്ചത്ത് വരുവാനുള്ളതല്ലാതെ മറവായതൊന്നുമില്ല. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിച്ചു കൊള്ളുവിൻ. നിങ്ങൾ അളവ് കൊണ്ട് നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്കും അളന്ന് കിട്ടും. നമ്മൾ എന്തളക്കുമോ അതേ അളന്ന് കിട്ടും. അധികമായും കിട്ടും. അധികം കൂടുതൽ കിട്ടും. അളക്കുന്നതിൻ്റെ കൂടുതൽ കിട്ടും. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവൻ
ഉള്ളതും കൂടെ എടുത്തു കളയെന്ന് ഞാൻ അവരോട് പറഞ്ഞു. എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു സ്ഥലത്ത് പോയപ്പോൾ സ്വത്രം പറഞ്ഞ ഒരു വരിയാണ്. ദൈവത്തിൻ്റെ സ്വത്രം. സിസ്റ്റർ എന്ത് പറയും? ജപ്തിനോട്ട് ഒട്ടിച്ചിരിക്കുന്നു. ഉള്ളവന് എല്ലാം കൊടുത്ത് അവൻ്റെ വീടും പ്രിയായി അവന് ജപ്തി നീക്കി. സത്യമാണ്, ജപ്തി നീക്കി. പെന്തക്കോസ്ത് പള്ളി പോകുന്ന നല്ല വേറെ എന്നെ പോലെ ആഭരണമൊന്നുമില്ല. ദൈവത്തിൻ്റെ സ്വത്രം. ജപ്തി നീക്കി അവർക്ക് ബാങ്കുകാർ ഇളവും കൊടുത്തു, എല്ലാം കൊടുത്തു. അവർക്ക് പണവും ഉണ്ട്. സ്വത്രം. അവർക്ക് പണവും ഉണ്ട്. പക്ഷെ സാധുക്കളായ ഞങ്ങളെ സ്വത്രം ജപ്തി ഒട്ടിച്ചതാണ്. ഇനിയിപ്പോൾ ഇത്ര തീയതി ജപ്തി എന്ന് പറയുകയാണ്. പലിശയുടെ മുഖത്ത് പറഞ്ഞ പലിശ. അപ്പോൾ കർത്താവ് വചനത്തിൽ കൂടെ ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട് സിസ്റ്ററെ. സ്വത്രം. ഇല്ലാത്തവനോട് ഉള്ളതും കൂടെ ഉള്ളവന് കൊടുക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പം ഇല്ലാത്ത എന്നിൽ നിന്ന് ഉള്ളതും കൂടി എടുത്ത് കൊടുത്തു, മറ്റവന് കൊടുത്ത്. അതുകൊണ്ട് ഇപ്പം ഞാൻ ആരായി? കടക്കാരായി എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ അർത്ഥമൊന്നും അത് അല്ല. എന്താ? സ്വത്രം. പ്രകാശമായി നിൽക്കുന്ന ഒരുത്തനെ വീണ്ടും വീണ്ടും അപ്പച്ചൻ കൊടുത്തുകൊണ്ടിരിക്കും. സ്വത്രം. നിങ്ങൾക്ക് എത്രക്ക് മനസ്സിലായി? വിശുദ്ധിക്ക് വേണ്ടി, അപ്പച്ചന് വേണ്ടി, അപ്പനെ പോരാകാൻ ആഗ്രഹിക്കുന്ന, ദാഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഉള്ളത്തിനെ കുറേ കൂടെ എടുത്ത് അതിനെ വ്യാപാരം ചെയ്യാത്തവരിൽ നിന്ന് എടുത്ത് വെളിപ്പെടുത്തുന്നവന്, മറഞ്ഞിരിക്കുന്നവൻ എടുത്ത് പറയുടെ കീഴിൽ പോകുന്നവൻ്റെ അകത്തുനിന്ന് എടുത്തിട്ട് പണ്ടിൻ്റെ പുറത്തിരിക്കുന്നവന്, മക്കളെ ഇതുകൂടെ നിനക്കിരിക്കട്ടെ, നീ ആകുമ്പോൾ വ്യാപാരം ചെയ്യും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അടുത്ത വരി വായിക്കുമ്പോൾ വായിച്ചിട്ടങ്ങനെ വായിച്ചേ. പിന്നെ അവൻ പറഞ്ഞത്, ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്തെറിഞ്ഞ ശേഷം. അപ്പോൾ ഇതെല്ലാം കർത്താവ് പറഞ്ഞു. 33-ാം വാക്യം വരുമ്പോൾ അവൻ ഇങ്ങനെ ഉപമകൾ പറഞ്ഞു വായിച്ച് പല ഉപമകളാൽ അവൻ ഇങ്ങനെ പല ഉപമകളാൽ അവർക്ക് കേൾപ്പാൻ കഴിയും പോലെ അവരോട് വചനം പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? കേൾപ്പാൻ കഴിയും. വചനം യേശു ഇങ്ങനെ പറഞ്ഞു, കേൾപ്പാൻ കഴിയും പോലെ. അതിനൊരുപാട് അർത്ഥമുണ്ട്. കേൾപ്പാൻ കഴിയും പോലെ പറഞ്ഞു. എല്ലാവർക്കും ഒന്ന് 5 മണിക്കൂർ പ്രസംഗം കേട്ട എല്ലാവരുടെ അകത്തിരിക്കുമോ? ഇല്ല. ഞാൻ കഴിഞ്ഞ ദിവസം കുറേയൊക്കെ വചനം ഇവരെ വീട്ടിലിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ഈ പറഞ്ഞ എല്ലാം പിടിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച്. അവർക്കൊക്കെ പറ്റും, ആ കൃപയുള്ളതുകൊണ്ട് പറ്റും. പക്ഷെ എല്ലാവർക്കും എത്തിയില്ല. കൃപയുണ്ടെങ്കിൽ ഒരു അക്ഷരം പോലും വിടാതെ പിടിച്ചെടുക്കാൻ പറ്റും. ഒരക്ഷരം പോലും വിടാതെ പിടിച്ചെടുക്കാൻ പറ്റും. ഒരു ടേപ്പ് റെക്കോർഡറിൽ എങ്ങനെ പിടിക്കുമോ അതുപോലെ അത് പിടിച്ചെടുക്കും. ഒന്ന് കൃപ വേണം, 2 ദാഹം വേണം. കൃപയും ദാഹവും വേണം. ഇനി പിടിച്ചെടുത്തതിൽ ഒരു വരി വിട്ടാൽ ദാഹമുള്ളവന് സ്വസ്ഥത കാണൂല. അയ്യോ, അവിടെ ഒരു വരി ഇങ്ങനെ പറഞ്ഞല്ലോ, അതെനിക്ക് കിട്ടിയില്ലല്ലോ. അതറിയാനുള്ള ഒരു ദാഹമായിരിക്കും. ദൈവത്തിന് സ്വന്തം. നിങ്ങൾക്ക് നമുക്ക് മനസ്സിലായി അറിഞ്ഞുകൂടാ. എന്നാൽ എല്ലാവർക്കും എല്ലാ വചനവും പിടിച്ചെടുക്കാൻ ഒരു കപ്പാസിറ്റി ഉണ്ട്. ദൈവത്തിന് സ്വന്തം. പരിശുദ്ധാത്മാവ് അത് നിറയണം. അപ്പോൾ കർത്താവ് വേണ്ടതുപോലെ വായിച്ച വരി. അവൻ ഇങ്ങനെ പല ഉപമകളാൽ അവർക്ക് കേൾപ്പാൻ കഴിയും പോലെ അവരോട് വചനം പറഞ്ഞു പോന്നു. കേൾപ്പാൻ കഴിയും പോലെ വചനം പറഞ്ഞു പോന്നു. അടുത്ത വരി. ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞതുമില്ല. എല്ലാം പറഞ്ഞതല്ല, ഉപമ കൂടെ. അങ്ങനെ 35-ാം വാക്യം വായിക്കുമ്പോൾ, അന്ന് സന്ധ്യയായപ്പോൾ ഈ ശുശ്രൂഷ ചെയ്ത് നിൽക്കുകയാണ് കർത്താവ്. ഇതെല്ലാം ഉപമകൾ പറയുന്നു, വചനം പറയുന്നു, വിത്തിന്റെ കാര്യം പറയുന്നു, ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നു, അവിടെ വെളിച്ചത്തെക്കുറിച്ച് പറയുന്നു. എല്ലാം പറഞ്ഞ് പ്രസംഗിച്ച് ഭയങ്കര ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ദിവസം, അന്ന് സന്ധ്യയായപ്പോൾ, എന്ന് ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസം സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാ എന്ന് യേശു പറഞ്ഞു. നമുക്ക് എവിടെ പോകാം? നാം അക്കരയ്ക്ക് പോകാ എന്ന് അവൻ അവരോട് പറഞ്ഞു. അടുത്ത് അവർ പുരുഷാരത്തെ വിട്ടു. ഞാൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. പടകിൽ ഇരുന്നാണ് യേശു ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഇരുന്ന പാടെ തന്നെ യേശുവിനെ എന്ത് ചെയ്തു? കൊണ്ടുപോയി. അടുത്ത വരി. മറ്റു ചെറു പടകുകളും കൂടെ ഉണ്ടായി. വേറെ ചെറു പടകളുണ്ടായിരുന്നു. കുറച്ചെണ്ണം ചെറു പടകൾ കയറി അവരങ്ങ് വന്നു. പക്ഷെ യേശുവിന്റെ പടകിൽ ശിഷ്യന്മാരെ കയറി അവരും കൂടെ അങ്ങ് പോയി. അടുത്ത വരി വായിച്ചു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. അപ്പോൾ എന്തുണ്ടായി? വലിയ എന്തുണ്ടായി? ചുഴലിക്കാറ്റ്. നീ അപ്പുറത്തൊരു വിടുതൽ നിനക്ക് നടക്കാനിരിക്കുമ്പോൾ ഇപ്പുറത്തൊരു ചുഴലിക്കാറ്റ് വരുമെന്നുള്ളത് ഉറപ്പാണ്. യേശു എന്തിനറിയാൻ പോകുന്നത്? ഗദരദേശത്ത് 6000 ഭൂതം പിടിപെട്ട ഒരു മനുഷ്യൻ ആത്മഹത്യക്ക് വേണ്ടി ഓടുകയാണ്. അവനെ പുറത്ത് കൊണ്ടുവരാനാണ് ആര് പോകുന്നത്? യേശുവും ശിഷ്യന്മാരും കൂടെ പോകുന്നത്. പോകുന്ന
വഴിക്ക് ഒരു ചുഴലിക്കാറ്റ് ആദ്യമുണ്ടായി. ചുഴലിക്കാറ്റിൻ്റെ ലക്ഷ്യം വേറൊന്നുമല്ല, ചുഴലിക്കാറ്റ് കൊണ്ട് യേശുവിനെയും ആ പടകിനെയും തകർത്ത് കഴിഞ്ഞാൽ അക്കരെ ഉള്ളവൻ ആത്മഹത്യ ചെയ്ത് അവനെ നരകത്തിൽ കൊണ്ടെത്തിക്കാം. 6000 ഭൂതമുള്ളവനെ ആത്മഹത്യയിലേക്ക് കൊണ്ടുവന്ന് നരകത്തിലെത്തിക്കാൻ വേണ്ടി ശത്രു യേശുവുള്ള പടകിൻ്റെ നേരെ, യേശുവുള്ള പടകിൻ, യേശു ഉണ്ടെങ്കിൽ എന്തു വരും? ചുഴലിക്കാറ്റ് വരും. കാരണം ചുഴലിക്കാറ്റ് വരുമ്പോൾ നീ കുറിച്ചിട്ടോ, അപ്പുറത്തൊരു അത്ഭുതം നിനക്ക് നടക്കാനുള്ളത് കൊണ്ട്. തൊട്ടിപ്പുറത്തൊരു ചുഴലിക്കാറ്റ്, അത് ദൈവം അടിക്കുന്നതല്ല, അത് ദൈവം അടിക്കുന്നതല്ല. ദൈവം കൂടെ ഇരിക്കുമ്പോൾ ശത്രു ചിലത് അടുപ്പിക്കും. ഇതിനകത്ത് അതിനെ ശാസിക്കാൻ അധികാരമുള്ള എത്ര പേരുണ്ട്? നിങ്ങളുടെ കുടുംബജീവിതത്തിനകത്ത് തൊട്ടപ്പുറത്ത് ആ സൗഖ്യത്തിന് തടസ്സമായി, ആ വിടുതലിന് തടസ്സമായി നിങ്ങളെ കെട്ടിപ്പൂട്ടി വരിഞ്ഞ ചില ചങ്ങലകളെ പൊട്ടിക്കുക, ചില ഇരുട്ടുകളെ പൊട്ടിക്കുക, ചില സാത്താന്റെ മണ്ഡലങ്ങളെ പൊട്ടിക്കുക, ചില ദുർഭൂതങ്ങളെ പൊട്ടിക്കുക, ചില ഇരുട്ടിന്റെ തേർവാഴ്ചകളെ പൊട്ടി. ഓ ആമേൻ 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 ആമേൻ. തീ 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 തീ. തൊട്ടപ്പുറത്ത് ഒരു വിടുതൽ നടക്കാൻ സമയമാകുമ്പോൾ ആമേൻ 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 ആമേൻ. തൊട്ടപ്പുറത്ത് ഒരു വിടുതൽ നടക്കാൻ സമയമാകുമ്പോൾ തൊട്ടിപ്പുറത്ത് ഒരു ചുഴലിക്കാറ്റ്, ഒരു പ്രതികൂലം, ഒരു പ്രശ്നം, ഒരു പ്രതിസന്ധി നിന്നെ മുക്കി തകർക്കുമ്പോൾ മാനസികമായി ശാരീരികമായി വ്യത്യസ്തമായ നിലവാരത്തിൽ നിന്റെ ഭവന തലങ്ങൾക്കകത്ത് ചില പ്രശ്നങ്ങളേറ്റ് റിപ്പരാധന ശിവനകരകജ രന്ധരാധന ശമനകടകർക്കധര വൈഡവനകരകജ അസ്തധനകരകജ രന്ധരാധര റൂഢസ്തമന ഹസ്കോറിയ ലഗന്ധനാധര റിപ്പൽ കരകധര ശമനകരകജ രന്ധരാധര ശിവനകര. ഓ അതെ 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 അതെ. എൻ്റെ യേശുപ്പച്ചന പടകളുണ്ട്. എന്നിട്ട് പോലും എൻ്റെ യേശുണ്ട്, എൻ്റെ യേശുണ്ട്, എൻ്റെ യേശുണ്ട്, എൻ്റെ യേശുണ്ട്, എൻ്റെ യേശുണ്ട്, എൻ്റെ യേശുണ്ട്. ചുഴലിക്കാറ്റ് ഉണ്ടായി. ചുഴലിക്കാറ്റ് പോലത്തെ പ്രശ്നങ്ങൾ, ചുഴലിക്കാറ്റ് വന്ന ചിലത് ചുഴലിക്കൊണ്ടേ പോകും. പക്ഷേ ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഇന്നിരിക്കുമ്പോൾ ഈ വചനം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, ഈ വചനത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ ദേശത്തിനകത്ത്, നിങ്ങളുടെ ശുശ്രൂഷയ്ക്കകത്ത്, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിനകത്ത് നിങ്ങളെ ചുറ്റിയടിക്കുന്ന ചില ചുഴലിക്കാറ്റുകൾ സ്വർഗ്ഗത്തിലെ ദൈവം വെട്ടി ഉടച്ച് തകർക്കുക, 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 വെട്ടി ഉടച്ച് തകർക്കുക. ചില ചുഴലിക്കാറ്റുകളെ വേട്ടി ഉടച്ചു. റപ്പരതര ശകമാന ശൂടമാന റീവലതര സക്കൽക്കരാതര ശിവനകരകജര വൈഡവനകരകജ രന്ധരാതര റിവത്തവനകടകർക്കതരാതര വൈഷവനകരകജ രന്ധരാതര. കുടുംബത്തിനകത്ത്, തലമുറകളുടെ മേൽ, കുടുംബ ജീവിതങ്ങൾക്കകത്ത് എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ചുഴലിക്കാറ്റ് നിന്റെ ജീവിതത്തിനകത്ത് അടിക്കുന്നുണ്ടോ? പക്ഷെ തൊട്ടപ്പുറത്ത് ചിലരുടെ മാനസാന്തരം, ചിലരുടെ വിടുതല്, ചിലരുടെ സൗഖ്യം, ചിലരുടെ മാനസാന്തരം, ചിലരുടെ വിടുതല്, ചിലരുടെ സ്നാനം, ചിലരുടെ രക്ഷ, ചിലരുടെ കെട്ടുകൾ പൊട്ടിക്കുവാൻ ഈ പടകിനകത്ത് യേശുണ്ട്, പടകിനകത്ത് യേശുണ്ട്. എന്നിട്ടും ചുഴറ്റി അടിക്കുന്ന ചുഴലിക്കാറ്റ് റപ്പരതര ശകമന ശൂടമന റീവലതര രത്തൽക്കന. ഈ ചുഴലിക്കാറ്റ് കണ്ട് നീ പേടിക്കരുത്. ഈ ചുഴലിക്കാറ്റിന്റെ അപ്പുറത്തൊരു വിടുതലുണ്ട്. ഒന്നാമത്തെ കാറ്റ് ഇന്നീ കാണുന്ന പ്രശ്നം, ഇന്നീ കാണുന്ന പ്രതിസന്ധി, ഇന്നീ കാണുന്ന കാറ്റ്, ഇന്നീ കാണുന്ന തിരമാല കണ്ട് നീ പേടിക്കരുത്. ഹല്ലേലൂയ. ഇപ്പോഴത്തെ കർത്താവായ യേശു ക്രിസ്തു ഈ വചനം പറഞ്ഞ അത്ഭുതങ്ങൾ, അതിശയങ്ങളെല്ലാം ചെയ്തു. പക്ഷേ ആ ശുശ്രൂഷ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അക്കരക്കരയിൽ ഒരു പ്രശ്നം നടക്കുന്ന ദൈവം കാണുകയാണ്. ദൈവം കാണുമ്പോൾ ഈ പടക് കയറി വേണം യേശുവിന് പോകാൻ. ഈ ശിഷ്യന്മാർ യേശുവും തമ്മിൽ ആ പടകിൽ കയറി പോകുമ്പോൾ അപ്പുറത്തൊരു വിടുതൽ നടക്കുന്നതിന് മുൻപേ ആ ലഗ്യോൻ 6000 ഭൂതമുള്ളവൻ സൗഖ്യമാകുന്നതിന് മുൻപേ, അവൻ നരകത്തിനകത്ത് തള്ളിയിടാൻ സമയം എടുക്കുന്നതിന് മുൻപേ, ആ സെക്കൻഡുകളിലേക്ക് അടുക്കുമ്പോൾ അതിന് മുൻപേ യേശു ക്രിസ്തു ശിഷ്യന്മാരും കൂടെ ആ പടകിലേക്ക് പോകുന്ന മാത്രയിൽ യേശു ഉള്ള പടകിനകത്ത് ശിഷ്യന്മാർക്ക് നേരെ, ആർക്ക് നേരെ? ശിഷ്യന്മാർക്ക് നേരെ, പടകിന് നേരെ ഒരു ചുഴലിക്കാറ്റ്. പൈതലെ, യേശു ഉള്ള പടകാ നീ. പക്ഷെ ചില സന്ദർഭത്തിനകത്ത് അപ്പുറത്തൊരു വിടുതൽ നടക്കാൻ സമയമാകുമ്പോൾ നീ സഞ്ചരിക്കുന്ന പടകിനകത്ത് ഒരു ചുഴലിക്കാറ്റ് നിന്നെ ചുഴറ്റി എറിയും പോലെ. നീ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ, നീ ചിന്തിക്കാത്ത വഴിയിലൂടെ, നീ വിചാരിക്കാത്ത വഴിയിലൂടെ ചിലപ്പോൾ വന്നെന്ന് വരാ. പേടിക്കല്ലേ, അവയെ ശാസിച്ചുടക്കാൻ കഴിഞ്ഞാൽ. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ഹല്ലേലൂയ. സ്വത്രം. തിരകളാൽ പ്രശ്നങ്ങളാൽ പടക് മുങ്ങാറായി. അടുത്ത വരി. അവൻ അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. യേശു ഒന്നും അറിയാത്തവനെ പോലെ
തലയണ ചുടങ്ങുകയായിരുന്നു. അടുത്തവരെ അവർ അവനെ ഉണർത്തി. യേശുവിനെ ജനം ശിഷ്യന്മാർ ഉണർത്തി. അടുത്തവരെ ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നത്. ഗുരു 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 അപ്പാ 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 ഞങ്ങൾ നശിച്ചു പോകുന്നില്ല. അടുത്തവരെ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. നിനക്ക് വിചാരമില്ലയോ, നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അടുത്തവരെ അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു. കടലിനോട് കാറ്റിനെ ശാസിച്ചു. ഇന്ന് നിന്റെ ജീവിതത്തിൽ വരുന്ന കാറ്റിനെ ശാസിക്കുന്ന, കാറ്റിനെ ശാസിക്കുന്ന, കാറ്റിനെ ശാസിക്കുന്ന, പ്രശ്നത്തെ, പ്രതികൂലങ്ങളെ, തടസ്സങ്ങളെ ശാസിക്കുന്ന, കുടുംബത്തിലെ ബന്ധനങ്ങളെ ശാസിക്കുന്ന, രോഗസഹതികളെ ശാസിക്കുന്ന, ഇരുട്ടുകളെ ശാസിക്കുന്ന, ദുർഭൂതങ്ങളെ ശാസിക്കുന്ന, ദുരാത്മാവിനെ തകർക്കുന്ന, സാത്താന്റെ പദ്ധതികളെ തച്ചുടക്കുന്ന ഒരു ദൈവം. തീ 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 ഓരോരുത്തരും മേലും, ഓരോരുത്തരും മേലും ആ ദൈവകൃപ, ദൈവകൃപ. ഹല്ലേലൂയ, സ്തോത്രം. യേശു എഴുന്നേറ്റു, യേശു എഴുന്നേറ്റു, യേശു എഴുന്നേറ്റു, യേശു എഴുന്നേറ്റു, യേശു എഴുന്നേറ്റു. ഇവിടെ യേശു എന്ത് ചെയ്തു? വിളിച്ചപ്പോൾ എഴുന്നേറ്റു. നേരത്തെ അവിടെ എന്ത് ചെയ്തു? യേശു എന്ത് ചെയ്തു? എഴുന്നേറ്റു ഇല്ലേ സ്വർഗത്തിൽ? ഇവിടെ പടകിൽ ആരെഴുന്നേറ്റു? യേശു എന്ത് ചെയ്തു? എഴുന്നേറ്റു. എന്തിനു വേണ്ടി? മക്കളുടെ വീട് കേട്ട്, മക്കളുടെ വീട് കേട്ട് വിളിക്കുന്നവന് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട്. വിളിക്കുന്നവന് വേണ്ടി, പ്രശ്നത്തിൽ മുങ്ങുമ്പോൾ വിളിക്കുന്നവന് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവം. പ്രശ്നത്തിൽ നീ മുങ്ങുമ്പോൾ, രോഗത്തിൽ നീ മുങ്ങുമ്പോൾ, കണ്ണുനീർ നീ മുങ്ങുമ്പോൾ, നിന്റെ ശാരീരമാകുന്ന ബുദ്ധിമുട്ട് നീ മുങ്ങുമ്പോൾ, പ്രശ്നം കൊണ്ട് മുങ്ങുമ്പോൾ, മക്കളെ ഓർത്ത്, മരുമക്കളെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത്, വ്യത്യസ്ത വിഷയങ്ങൾ ഓർത്ത് നീ മുങ്ങി താഴുമ്പോൾ, അയ്യോ ഞാൻ താണു പോകും എന്നാകുമ്പോ, ഓഹോ ആമേൻ 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 ആമേൻ. ദൈവത്തിന് മകത്തോ, 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 ദൈവത്തിന് മകത്തോ. എഴുന്നേൽക്കുന്ന ഒരു ദൈവം. നീ വിളിക്കുമ്പോൾ എഴുന്നേൽക്കുന്ന, നീ വിളിക്കുമ്പോൾ എഴുന്നേൽക്കുന്ന, നീ വിളിക്കുമ്പോൾ എഴുന്നേൽക്കുന്ന ഒരു അപ്പച്ചൻ. ഹല്ലേലൂയ. അവൻ എഴുന്നേറ്റു, അവൻ എഴുന്നേറ്റു. യേശു എഴുന്നേറ്റു. യേശു ഇന്ന് ഇതിനകത്ത് ചില മക്കൾക്ക് വേണ്ടി യേശു എഴുന്നേറ്റു. യേശു ചില മക്കൾക്ക് വേണ്ടി എഴുന്നേറ്റു. കാറ്റിനെ ശാസിച്ചു. കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക. ഒന്ന് ശാസിച്ചു. ആരോട്? ആരോട്? കാറ്റിനോട്. രണ്ട് കടലിനോട്. രണ്ട് അത് കടലിനോട് അനങ്ങാതിരിക്കുക. ഒന്ന് കാറ്റിനെ ശാസിച്ചു. രണ്ട് കടലിനോട്. ഈ കടലിലെ വെള്ളമാണ്, ഈ തിരയാണ് പ്രശ്നങ്ങളായി ഈ പടകിനെ മറിക്കുന്നത്. അതിനോട്, കടലിനോട് അനങ്ങാതിരിക്കുക. അടുത്ത് രണ്ട് അടങ്ങുക. കടലിനോട് രണ്ട് വാക്ക് പറഞ്ഞു. എന്തൊക്കെ? അനങ്ങാതിരിക്കുക. പിന്നെ നിന്റെ കോപം അടങ്ങിക്കോ, ഇതിന്റെ പിള്ളയാണ്. ഓഹോ, ചില വ്യക്തികളുടെ ശരീരത്തിലേക്ക്, കുടുംബങ്ങളിലേക്ക്, കുടുംബ തലങ്ങൾക്കകത്ത്. അതെ 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 യേശു നമ്മുടെ നടുവിൽ ഇറങ്ങി നിൽക്കുന്നു. ആ കർത്താവിനെ എത്ര പേര് കാണുന്നുണ്ട്? രാജാതി രാജാവ്, തത്വത്തിൽ മുദ്രയായവൻ, ഇരുന്നവൻ ഇരിക്കുന്നവൻ, സാറാഫുകൾ ആരാധിക്കും പരിശുദ്ധൻ, അത്ഭുത മന്ത്രി, വീരന ദൈവം, നിത്യം പിതാവ്, സമാധാന പ്രഭു, രാജാതി രാജാവ്, ദേവാതി ദൈവം. ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്നു. എത്ര പേര് കാണുന്നുണ്ട്? എത്ര പേര് കാണുന്നുണ്ട്? എത്ര പേര് കാണുന്നുണ്ട്? എത്ര പേര് കാണുന്നുണ്ട്? ആ യേശുവിനെ കാണുന്നു, യേശുവിനെ കാണുന്നു. ദൂതന്മാരുടെ നടുവിൽ രാജാതി രാജാവ് പടകിൽ എഴുന്നേറ്റു. നിനക്കായി എഴുന്നേറ്റു പൈതലേ. ഓഹോ, മകനെ നിനക്കായി എഴുന്നേറ്റു, മകളെ നിനക്കായി. ഓ അതെ 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 കർത്താവ് എഴുന്നേറ്റു, കർത്താവ് എഴുന്നേറ്റു, കർത്താവ് എഴുന്നേറ്റു, കർത്താവ് എഴുന്നേറ്റു. ആമേ. കാറ്റിന്റെ ഓണർ എഴുന്നേറ്റു, തിരമാലയുടെ ഓണർ എഴുന്നേറ്റു, വെള്ളത്തിന്റെ ഓണർ എഴുന്നേറ്റു. ആമേൻ 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 ആമേൻ. ഉടമസ്ഥൻ, ഓ നിന്നെ വിളിച്ച ഉടമസ്ഥൻ, നിന്നെ വേർതിരിച്ച ഉടമസ്ഥൻ, ഓ എഴുന്നേറ്റിട്ടുണ്ട്. നിനക്ക് നിന്റെ നിലവിളി കേട്ട എഴുന്നേറ്റ്, നീ ആ തട്ടി ഉണർത്തിയത്. ഓ നിന്റെ തട്ടളി കേട്ട് എഴുന്നേറ്റ്. പ്രതികൂലം വന്നു, ഒരുപാട് പ്രശ്നം വന്നു. എന്നിട്ട് ആമേ പിടിച്ചു നിൽക്കുന്ന പൈതലെ, നിന്റെ മുഖത്തെ ആദരിക്കുന്ന ഒരു സമയമാണ്. നിന്നെ ചവിട്ടും പോലെ, ഒരു വേസ്റ്റിനെ ചവിട്ടും പോലെ നിന്നെ നാളുകളായി ചവിട്ടി ഉരുട്ടുകയാണ്. ഒരു വേസ്റ്റ് വലിച്ചെറിയുമ്പോൾ പലരും ഉപയോഗിച്ചിട്ട് നിന്നെ ശൂന്യമാക്കി വലിച്ചെറിഞ്ഞ് ചവിട്ടി ഉരുട്ടുകയാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധ വിളിച്ചു പറയുകയാണ്, നിന്റെ മുഖത്തെ ആദരിക്കുന്ന ഒരു സമയമുണ്ട്. ഓ വചനത്തിന് വേണ്ടി, പ്രമാണത്തിന് വേണ്ടി മുട്ടുമടക്കി നിൽക്കുന്ന പിള്ളേ, ഓ മകളെ, മകനെ, നിന്നെ ആദരിക്കുന്ന ഒരു നിന്റെ മുഖത്തെ ആദരിക്കുന്ന, നിന്നെ വിട്ടിട്ട് അകന്നു പോയ എല്ലാവരും നിന്റെ അടുത്ത് വരുന്ന, നിന്നെ അതിനോട് മിണ്ടണ്ട, അതിൻ്റെ അടുത്ത് പോണ്ട, അതിനോടുള്ള ബന്ധം വേണ്ട, അതിനോടുള്ള കൂട്ട് വേണ്ട, അതിനോടുള്ള അടുപ്പം വേണ്ട, ആ ഏരിയയിലോട്ട് പോണ്ട, ആ വീട്ടിലോട്ട് പോണ്ട, അവരുമായിട്ടൊരു ബന്ധം വേണ്ട, അവരെ വിളിക്കണ്ട, അവരോട് സംസാരിക്കണ്ട, അവരോടൊന്ന് പറയണ്ടെന്ന് നിന്നെ അതിരിട്ടില്ലേ
അതിരിട്ടില്ല, അതിരിട്ടില്ല, നിന്നെ മനുഷ്യൻ അതിരിട്ടില്ലേ. എന്നാൽ എൻ്റെ ദൈവമുണ്ട്, എൻ്റെ ദൈവമുണ്ട്. എൻ്റെ ദൈവം പറയും അവരെല്ലാം മടങ്ങി വരും. അവരെല്ലാം നിന്റെ മുഖത്ത് ദൈവം ആദരിക്കുമ്പോൾ, നിന്റെ മുഖത്ത് ദൈവം ആദരിക്കും. ഇന്ന് ഇതിനകത്ത് ചില മക്കളെ കർത്താവ് തൊട്ടോണ്ടിരിക്കുക. ബന്ധുക്കളുടെ നടുവിൽ, നാട്ടുകാരുടെ നടുവിൽ, കുടുംബത്തിന്റെ നടുവിൽ, പ്രിയപ്പെട്ടവരുടെ നടുവിൽ നീ ഒരു നിന്ന വിഷയമായി, ഒരു നിന്ന പാത്രമായി നീ നിന്ന പാത്രമായി വീട് കിടക്കുമ്പോ അയ്യോ ദൈവമേ എന്ന് പറയുമ്പോ നിന്റെ മുഖത്തെ ആദരിക്കുന്ന ഒരപ്പൻ, നിന്റെ മുഖത്തെ ആദരിക്കുന്ന ഒരു ദൈവം, നിന്റെ മുഖത്തെ ആദരിക്കുന്ന ഒരു ദൈവം, നിന്റെ മുഖത്തെ ആദരിക്കുന്ന ഒരു ദൈവം. അതെ, ഏതുമല്ലാത്ത നമ്മുടെ മുഖത്തെ അപ്പൻ്റെ വചനപ്രകാരം ജീവിക്കുന്ന ഒരാളുണ്ടോ, അവരുടെ മുഖത്തെ ആദരിക്കുന്ന ഒരു ദൈവം ഇന്ന് ഈ പള്ളിക്കകത്ത് വന്നിട്ടുണ്ട്. എൻ്റെ അപ്പൻ എഴുന്നേറ്റു, കാറ്റിനെ ശാസിച്ചു. ഓ കടലിനെ അമർത്തി അനങ്ങിപ്പോകരുതെന്ന്. എങ്ങനെ സ്വത്രം അനങ്ങിപ്പോകരുതെന്ന്. ഓ സ്വത്രം അടങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തത ഉണ്ടായി. കാറ്റ് അമർന്നു, വലിയ ശാന്തത ഉണ്ടായി. കാറ്റ് അമർന്നു, വലിയ ശാന്തത ഉണ്ടായി. യേശു പടകിൽ സഞ്ചരിച്ച് 5-ാം അധ്യായത്തിൽ വരുമ്പോൾ ഗദരദേശത്ത് യേശു എത്തി. 3-ാം വാക്യം സ്വത്രം. അവൻ്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചുകൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഓടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിയാത്തതിൻ്റെ അടുത്ത് എൻ്റെ യേശു അപ്പൻ അവിടെ വന്നു. ആർക്കും പിടിക്കാൻ പറ്റാത്തതിനെ പിടിക്കാൻ യേശു വരുമ്പോൾ, യേശു ഇരുന്ന പടകിൽ തകർത്ത് കളയാ ചില കാറ്റുകൾ, ചില ശക്തികൾ, ചില ഇരുട്ടുകൾ സ്വത്ര അവിടെ കടന്നുകൂടി. എന്നാൽ സ്വർഗ്ഗം അതിനെ ഓടിച്ചു. ഇന്ന് നീ ചില നന്മകളിലേക്ക് എത്താതിരിക്കുക, വിടുതലേക്ക് എത്താതിരിക്കുക. ചില കാറ്റുകൾ നിനക്കെതിരെ വരുമ്പോൾ ഇന്ന് പകൽക്കാലം ഈ പള്ളിക്കകത്തിരുന്ന് കരയുന്ന പ്രാർത്ഥിക്കുന്ന പൈതലെ ആ കാറ്റിനെ ശാസിച്ച് തിരമാല അടക്കി നിർത്തി അപ്പുറത്തെത്തിച്ച് നിനക്ക് തരേണ്ടതിന് തരാൻ ഈ ദൈവം വന്നിട്ടുണ്ട്. എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 5-ാം വാക്യം. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടപെടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചു പോന്നു. അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്ക് നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നെന്ന് പറഞ്ഞു. അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. നിന്റെ പേരെന്തെന്ന് അവനോട് ചോദിച്ചതിന് എൻ്റെ പേർ ലഗ്യോൻ, ഞങ്ങൾ പലരാകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. നാട്ടിൽ നിന്ന് ഞങ്ങൾ അയച്ചു കളയാതിരിപ്പാൻ ഏറിയോ എന്ന് അപേക്ഷിച്ചു. സ്വത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നിങ്ങൾക്ക് ബാക്കിയെല്ലാം അറിയാം. യേശു ഇപ്പുറത്തൊരു അത്ഭുതം നടത്താൻ പോകുമ്പോൾ തൊട്ടു മുൻപ് പ്രശ്നം ഉണ്ടായി. നിന്റെ ഇന്നത്തെ ഈ പ്രശ്നം തൊട്ടക്കരക്കരയിൽ ഒരത്ഭുതത്തിനാണ്. തൊട്ടപ്പുറത്ത് ഒരു വിടുതലുണ്ട്, ഒരത്ഭുതമുണ്ട്. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കും പോലെ ആയിരിക്കത്തില്ല, ദൈവം പ്രതീക്ഷിക്കും പോലെ. ശിഷ്യന്മാർക്ക് ഒരു ചുക്ക് മനസ്സിലായില്ല. പക്ഷെ അപ്പുറത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത് യവനെ രക്ഷിക്കാനായിരുന്നു ഈ പ്രശ്നമെന്ന്. നമ്മൾ അപ്പോഴാണ് മനസ്സിലാകുന്നത്, ഈ പ്രശ്നത്തിൻ്റെ മറുപടി അപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇപ്പം ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. എൻ്റെ ചിന്തയല്ല നിങ്ങളുടെ ചിന്ത, എൻ്റെ വിചാരമല്ല നിങ്ങളുടെ വിചാരം, എൻ്റെ വിചാരം നിങ്ങളുടെ വിചാരത്തിലും എൻ്റെ ചിന്ത നിങ്ങളുടെ ചിന്തയിലും അപ്പുറം ദൈവാലോചന. നിരസിക്കരുത്. കർത്താവ് നമ്മുടെ കൂടെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആരും ആദരിച്ചില്ലേ വേണ്ട, ദൈവം ആദരിച്ചാൽ മതി. ആർക്കൊക്കെ വേണം ദൈവത്തിൻ്റെ ആദരവ്? ഞാൻ നിർത്താൻ പോയി. ആർക്കൊക്കെ വേണം ദൈവത്തിൻ്റെ ആദരവ്? ദൈവം നമ്മുടെ മുഖം കാണട്ടെ. പ്രമാണത്തിൽ നിൽക്കുന്നവനെ ദൈവം നിലനിർത്തും. പ്രമാണത്തിൽ നിൽക്കുന്നവനെ ദൈവം തള്ളൂല. കല്ലെറിയും പലരും, പക്ഷേ മുഖം ദൈവം ആദരിക്കും. ആരൊക്കെ നമ്മളെ വിട്ടുപോയോ അവരെല്ലാം അടുത്ത് വരും. വന്നേ തീരൂ. നമുക്ക് ഇത്രക്ക് മനസ്സിലായി. വന്നേ തീരൂ. കഥ തീരണമെങ്കിൽ വന്നേ തീരൂ. വചനം അങ്ങനെ. കഥ തീരണമെങ്കിൽ എന്ത് ചെയ്യണം? കഥ തീരണം. ഈ വചനം ഇന്ന് ആരൊക്കെ ഏറ്റെടുക്കുന്നു? വന്നേ തീരൂ. പോയവരെല്ലാം അന്ന് മുതൽ ആ വാക്യം, ഈ വാക്യം കൂടെ വായിച്ച് നമുക്ക് ടക്കനെടുത്ത് ആ വാക്യം വായിച്ച് നിർത്താം. സ്വത്രം. ഈ പുസ്തകം സമയമായല്ലോ, ടക്കനെ വായിച്ചേ. അന്ന് ദൈവത്തിൻ്റെ സ്വത്രം വായിച്ചേ. ഈ പുസ്തകം അവസാന അധ്യായം ആ വാക്യം വായിച്ചേ. സ്വത്രം 42-ാം അധ്യായം അതിൻ്റെ വായിച്ചേ. 11-ാം വാക്യം. അവന്റെ സകല സഹോദരന്മാരും മാറിപ്പോയതാണ്. അടുത്ത്
സഹോദരിമാര് മാറിപ്പോയതാണ്. മുമ്പേ അവന് പരിചയമുള്ളവരൊക്കെ സഹോദരിമാര് പിന്നെ മുൻപ് പണ്ട് പരിചയമുള്ള ആൾക്കാർ. ഇയ്യോബിന്റെ പുസ്തകം 42:12 വായിക്കുന്നത്. മുമ്പേ അവന് പരിചയമുള്ളവർ സഹോദരിമാർ വന്നു. പിന്നെ ആര് വന്നു? മുമ്പേ അവന് പരിചയമുള്ളവര് അവന്റെ അടുക്കൽ വന്ന് അവന്റെ വീട്ടിൽ അവനോട് കൂടെ ഭക്ഷണം കഴിച്ചു. അവന്റെ അടുക്കൽ എന്ത് ചെയ്തു? പരിചയമുള്ളവർ പോലും വന്നു. കൂടുന്നവർ മാത്രമല്ല, പിന്നെ പരിചയമുള്ളവർ പോലും. ഇന്ന് വചനം എത്രയൊക്കെ വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞൂടാ. ആരൊക്കെ അകറ്റിയോ അവരെല്ലാം വന്നു. ഈ വചനം നടന്നേ തീരും, നടന്നിരിക്കും. അടുത്ത വരി. അവന്റെ വീട്ടിൽ അവനോട് കൂടി ഭക്ഷണം കഴിച്ചു. യഹോവ അവന്റെ മേൽ വരുമ്പോ പലരും ഇലയിട്ടിട്ട് മടക്കിയില്ലേ, അവരെല്ലാം വരും, ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കും. ആരൊക്കെ ഏറ്റെടുക്കുന്നത്? ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുക, സന്തോഷിക്കുകയാണ്. ഭക്ഷിക്കുന്നത് എന്താണ്? ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് സന്തോഷിക്കുക. അടുത്ത വരി. യഹോവ അവന്റെ മേൽ വരുത്തിയിരുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് അവർ അവനോട് സഹതാപം കാണിച്ച് അവനെ ആശ്വസിപ്പിച്ചു. ആരൊക്കെ നമ്മളെ നിന്ദിച്ചോ അവരെല്ലാം അടുത്ത് വന്ന് അവർ നിന്ദിച്ചു തോർത്ത് ആശ്വസിപ്പിക്കുന്നൊരു ദിവസമുണ്ട്. നമുക്ക് മനസ്സിലായോ? വചനം മാറൂല. ആശ്വസിപ്പിച്ച് സഹതാപം കാണിച്ച് അവനെ ആശ്വസിപ്പിച്ചു. അടുത്ത വരി. ഓരോരുത്തരും അവന് ഓരോ പൊൻനാണ്യവും ഓരോ പൊന്മോതിരവും കൊടുത്തു. ഇങ്ങനെ യഹോവ യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു.